പ്രൈസ് ലോർഡ്. നമുക്കിന്ന് ജനസിസ് ഉൽപ്പത്തി 1:2 ജനസിസ് 1-2 നമുക്ക് ശ്രദ്ധിക്കാം. ഓക്കെ, ആദ്യമായി ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. ഭൂമി പാഴും ശൂന്യമായിരുന്നു, ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഇംഗ്ലീഷിൽ, Now the earth was astonishingly empty, and the darkness was on the face of the deep, and the Spirit of God was hovering over the face of the water. ഇനിയും ഹീബ്രുവിൽ വേ ഹാഹാറെഡ്സ് ഹായറ്റ ടോഹു വേ വോഹു വെഹോഷെക് ആൽഫനെ ടെഹോം വേ റൂഹ എലോഹിം മെറാഹെഫെറ്റ് ആൽഫനെ ഹമായിം. ഓക്കെ, നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ സുഖസ്വതാവേ, ഇന്നത്തെ സന്ധ്യാസമയത്ത് അല്പസമയം ഞങ്ങൾ വചനമായിട്ട് കൂടി വന്ന് അച്ഛൻ്റെ സന്നിധിയിൽ ദൈവമേ ശ്രദ്ധിക്കാൻ ഇടയാകുന്നു. പഠിക്കുവാനും ദൈവമേ വായിക്കുവാനും പഠിക്കാനും ഗ്രഹിക്കാനും ഇടയാക്കും. ദൈവമേ അടിയൻ്റെ നാവിനോട് കൂടെ ഇരിക്കണമേ. ദൈവമേ അച്ഛൻ ഹിതമില്ലാത്ത ഒന്നും പറയാൻ ഇടയാക്കല്ലേ. എല്ലാ അച്ഛൻ്റെ നാമമാത്രത്തിനും പോഴ്ചയ്ക്കുമായി തീരുമാനക്കണമേ. കേൾക്കുന്ന ജനങ്ങളുടെ ഹൃദയത്തിൽ ദൈവമേ നല്ലതായി ദൈവമേ ഹൃദയസ്ഥമാക്കാൻ ഇടയാക്കണമേ. കൺഫ്യൂഷനുകളൊന്നും ഉണ്ടാകരുതേ പ്രാർത്ഥിക്കുന്നു. ഏകാഗ്ര ഹൃദയത്തോടെ ഞങ്ങൾക്ക് ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കുവാനും അച്ഛൻ്റെ വചനം പഠിക്കുവാനും അത് ഗ്രഹിക്കാനും അത് സംഗ്രഹിക്കാനും അത് പ്രകാരം ക്രിസ്തു ജീവൻ നയിക്കുവാൻ ഇടയാക്കണമേ പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഇന്നത്തെ ഈ ബൈബിൾ സ്റ്റഡി ഒരു അനുഗ്രഹമായി തീർക്കണമേ. സകല മാനം മഹത്വ ശക്തി രാജ്യം അപ്പിച്ചിട്ട് സാലിഞ്ഞ് വിജയിച്ചാൽ തന്നെ ആമേൻ. ഓക്കെ, നമുക്ക് വേർഡ് ബൈ വേർഡ് ആയിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, ആദ്യം ഈ തുടങ്ങുന്നതിന് മുമ്പേ ഞാനൊരു കാര്യം പറയാം. ബൈബിളിലെ വൺ ഓഫ് ദ ഏറ്റവും കൂടുതൽ ഈ വ്യാഖ്യാനിച്ച് അല്ലെങ്കിൽ ഒത്തിരി വ്യാഖ്യാനിച്ച് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റിൽ ആയി വ്യാഖ്യാനിച്ച് പോയ പല വാക്യങ്ങളിലെ ഒന്നാണിത്. ഓക്കെ, ഇത് ബ്ലോൺ ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ ചെയ്ത ഒരു വാക്യങ്ങളാണ്. അത് ആദ്യം എനിക്കും ഇത് മനസ്സിലായില്ല. പിന്നെ ഇതിൻ്റെ ഹീബ്രു അർത്ഥങ്ങൾ ഡീപ്പായിട്ട് പഠിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ വാക്ക് നമുക്ക് നോക്കാം. വേ ഹ ആറെറ്റ്സ്. വേ ആ ഹാറെറ്റ്സ്. വേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആൻഡ്. ഹ എന്ന് വെച്ചാൽ നമുക്കറിയാം ദ. ഹാറെറ്റ്സ് എന്ന് വെച്ചാൽ എർത്ത്. ഓക്കെ, അപ്പം ആൻഡ് ദ എർത്ത്. അപ്പം നമ്മൾ ലാസ്റ്റ് പ്രാവശ്യം പഠിച്ചു ബറഷീത്ത് ബറ എലോഹീം. അത് കഴിഞ്ഞിട്ട് ഹഷമായിമും ഉണ്ട് ഹാററ്റ്സും ഉണ്ട്. അത് ദൈവത്തിൻ്റെ കിങ്ഡമാണെന്ന് നമ്മൾ പഠിക്കാനിടയായി. അപ്പം ആ ദൈവത്തിൻ്റെ കിങ്ഡമായ എർത്തിൻ്റെ ഒരു വിശദീകരണമാണ് ഇത്. എങ്ങനെയായിരിക്കും നമ്മൾ ഈ എർത്ത് പറയുമ്പം നമ്മൾ ഈ പ്ലാനറ്റ് എർത്ത് അല്ലെങ്കിൽ ഭൂമിയായിട്ട് കണക്കാക്കിയിട്ടില്ല. അന്ന് സെപ്പറേഷൻസ് ഒന്നും നടന്നിട്ടില്ല. എല്ലാം ഒരു മാസ്സായിട്ട് ഇരിക്കുന്നു. അത് കഴിഞ്ഞ് സെപ്പറേഷൻസ് ഇറക്കിയ ഫർണമെൻറ്റ്സ് എല്ലാം വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ ഉള്ള പോലെ പ്ലാനറ്റാണ്. അപ്പം അതിനു മുമ്പേ ഒരു അതിനെന്താ പറയുന്നത്, ഒരു സെപ്പറേറ്റ് ചെയ്യാത്ത ഒരു മേളത്തെ വെള്ളവും താഴത്തെ വെള്ളവും എല്ലാം ഒരുമിച്ചിരിക്കുന്ന ഒരു ഭൂമിയായിട്ട് കൺസിഡർ ചെയ്തതാണ്. ഇപ്പം ഈ ചിലപ്പം ഇതിൽ നിന്നായിരിക്കും ബിഗ് ബാങ് തിയറി ഉണ്ടായി. കാരണം വൺസ് മേലത്തെ വെള്ളം താഴത്തെ വെള്ളമായിട്ട് മാറിയപ്പം പ്ലാനറ്റുകളെല്ലാം വന്നു. അപ്പം അതിൽ നിന്നായിരിക്കും മേ ബി ബിഗ് ബാങ് തിയറി വരുന്നത്. ഞാൻ ബിഗ് ബാങ് തിയറിയോട് യോജിക്കുന്നില്ല. പക്ഷേ എൻ്റെ പഠിപ്പിച്ച ഒരു ടീച്ചറിൻ്റെ ഹസ്ബൻഡ് ഇതേപോലെ സയൻറ്റിസ്റ്റാണ്. പക്ഷേ ഒരു ദൈവ പൈതലും കൂടെ ആയിരുന്നു. ഇത് രണ്ടും കൂടെ ഒരുമിച്ചിരിക്കുന്നത് നല്ലതല്ല എന്ന് പറയുന്നത് മീൻകറിയും ജിലേബിയും പോലെ അത് രണ്ടും കൂടെ യോജിക്കാൻ പറ്റത്തില്ല. പക്ഷേ എങ്കിലും ഒരു ദേവദാസൻ ഒരു പ്രാവശ്യം കുറച്ച് ഞാൻ വീഡിയോ ഉണ്ടായിരുന്നു.
ഈ ബിഗ് ബാങ് തിയറിയെ പറ്റി പറയുന്നത്. എങ്കിലും സംവെയർ ഇൻ മൈ മൈൻഡ്, എൻ്റെ മനസ്സിലെവിടോ എനിക്കതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. കാരണം ലൈറ്റൊക്കെ പറഞ്ഞു വരുമ്പം അടുത്ത ദിവസം കൊണ്ട് ലൈറ്റ്, മൂന്നാമത്തെ വാക്യത്തിൻ്റെ അകത്ത് ലൈറ്റുണ്ട്. അപ്പോൾ ആ ലൈറ്റൊക്കെ പറഞ്ഞു വരുമ്പം എന്തോ ഒരു യോജിക്കാത്ത രീതിയിലാണ്. മേ ബി, ഹൂ നോസ്. എനിവേ, ഇപ്പോൾ ഞാൻ ബിഗ് ബാങ് തിയറിയോട് യോജിക്കുന്നില്ല. ഓക്കെ, എങ്കിലും ഭൂമിയുടെ കാര്യം, ദൈവത്തിൻ്റെ ഒരു ദൈവരാജ്യമാണ് കിങ്ഡം ഓഫ് ഗാഡ്. നമ്മൾ പഠിച്ചു. ഇപ്പം പല രീതിയിൽ വ്യാഖ്യാനിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞില്ല ദൈവത്തിൻ്റെ രാജ്യമാണ്, കിങ്ഡം ഓഫ് ഗാഡാണ് ദൈവത്തിൻ്റെ രാജ്യം. ആ രാജ്യം നമ്മളിപ്പം ആദിയിൽ ദൈവം ആദാമിനെ സൃഷ്ടിച്ചു. ആദാമിൻ്റെ ഹൃദയം പാഴും, ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യൻ്റെ ഹൃദയം പാഴും ശൂന്യമായിരുന്നു, ഇരുൾ അതിന്മേൽ പ്രവർത്തിച്ചു. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായി. നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ നമ്മുടെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടുന്ന, യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പേ ഉള്ള നമ്മുടെ ഒരു അവസ്ഥ പോലൊക്കെയാണ് നമ്മൾ ക്രിസ്ത്യൻ ആൾക്കാർ അതിനെ വെച്ചു. പക്ഷേ എഴുതിയ ആൾ ഈ ബൈബിളെല്ലാം പുറ്റുകതർ ചെയ്ത് എസ്ര, നെഹെമ്യാ, അല്ലെങ്കിൽ ആ ആൾക്കാർ അവരുടെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇസ്രായേലിന് ദൈവം കൊടുത്ത ഭൂമിയാണ് ഈ എഴുത്ത്. അതിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം അവർക്ക് വേണ്ടി കൊടുത്തതാണെന്ന് മനസ്സിലായ തെളിവ് സഹിതം രേഖപ്പെടുത്തുന്ന ഒന്നാണ് ഈ ബൈബിൾ. ഇപ്പം എസ്രായ്ക്കും നെഹെമ്യാ വന്നപ്പം യെരുശലേമിൻ്റെ പ്രാധാന്യമാണ് അന്ന് കൂടുതലും കൊടുത്തിരിക്കുന്നത്. പക്ഷെങ്കിൽ അതിൻ്റെ കൂടെ ഇതുകൂടെ വെച്ചതിൻ്റെ അർത്ഥം, ദൈവം ആദിയിൽ തന്നെ യഹൂദന്മാർക്ക് അബ്രാമിൽ കൂടെ ഇത് കൊടുത്തു എന്ന് തെളിയിക്കുന്ന ഒരു രേഖയും കൂടാണ് ഇത്, ഈ ബൈബിള്. അതുകൊണ്ടായിരിക്കും അവർ ഇൻ ദ ബിഗിനിങ് അതെല്ലാം വെച്ച്. പക്ഷെങ്കിൽ ഈ അതേപോലത്തെ ഈ കബാലിസ്റ്റിക് വേ വരുമ്പം അവർ പഠിപ്പിക്കുന്നത് ഈ എർത്തൊരു വെസലായിട്ടാണ്, ഒരു പാത്രമായിട്ടാണ്. അതേപോലെ യേശുക്രിസ്തു ഒരു പാത്രമായിട്ടാണ്. നമ്മൾ നാഗ് അഹമ്മദിക്ക് അത് പഠിച്ചിട്ടുണ്ട്. വെസലുണ്ടായിരുന്നു, അത് പൊട്ടി, ദൈവത്തിൻ്റെ പ്രകാശം അടിക്കുമ്പോൾ അത് പൊട്ടി എന്നൊക്കെ നമ്മൾ ശ്രദ്ധിച്ചല്ലോ. നമ്മൾ അതിൻ്റെ മുമ്പ് ആ സ്റ്റോറി നമ്മൾ കേട്ടല്ലോ. എന്ന് പറയുന്ന പോലെ ഇതും ഒരു വെസൽ ആണെന്നാണ് കബാലിസ്റ്റിക് വഴി പറയുന്നത്. പക്ഷേ എനിക്കിത് വായിക്കുമ്പോൾ എപ്പോഴും ഒരു മനുഷ്യൻ്റെ ആ ശൂന്യമായ ഒരവസ്ഥ പോലെ തന്നെയാണ് ഭൂമിയുടെയും. ഭൂമിയെ ദൈവം ക്രിയേറ്റ് ചെയ്യും എന്തിനാണ്? മനുഷ്യനുമായിട്ട് ദൈവത്തിന് വസിക്കാൻ. അതല്ലെങ്കിൽ വേർഡ് ബിക്കം ഫ്ലഷ്, യേശുക്രിസ്തുവിന് ജഡമെടുക്കുവാൻ എന്ന് പറയുന്ന പോലുള്ള രീതി, ഒരു വെസൽ ആയിട്ടാണ് ഭൂമിയെ നമ്മൾ ലാസ്റ്റ് വർഷം കഴിഞ്ഞ ഹെവൻ ആൻഡ് എർത്ത് ദൈവത്തിൻ്റെ ഒരു കിങ്ഡം, മൽഖോത്ത് എന്ന് പഠിക്കുകയുണ്ടായി. എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഇപ്പം ഹെവൻസ് വന്നില്ല, ഭൂമിയുടെ ഇതെടുത്തിട്ട് പറയുവാണ് ഭൂമിയുടെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ, നമ്മളുടെ അവസ്ഥ എങ്ങനെ, ദൈവത്തെ കണ്ടുമുട്ടുന്നതിന് മുമ്പേ നമ്മളുടെ അവസ്ഥ എങ്ങനെയായിരുന്നു. നമ്മൾ തെറ്റിപ്പോയവരും, റോമലേഖനത്തിൽ പറയുന്നു, ഒരാൾ പോലുമില്ല പാപമില്ലാത്ത, എല്ലാവരും പാപികളായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മളെല്ലാവരെയും വീണ്ടെടുത്തു. നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടായി, ഒരു ഫലപ്രദമായത്. പണ്ട് നമ്മൾ തെറ്റിപ്പോയി വരായിരുന്നു. നമ്മുടെ ജീവിതം പാഴും ശൂന്യമായിരുന്നു, സമാധാനമില്ല, സന്തോഷമില്ലാതെ വരായിരുന്നു. പല രീതികളിൽ നമ്മളെ ജീവിതം ഡിപ്രഷൻ, അതേപോലെ അങ്ങനെയുള്ള ഓരോ ജീവിതം ഒടുക്കുവാനും ഒക്കെ നോക്കിയ പല അവസ്ഥകളിൽ നിന്ന് നമ്മളെ ദൈവം വിടുവിച്ച് നമ്മുടെ ജീവിതം ഒരു ഫലപ്രദമാക്കിയ ഒരു ഭൂമി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന പോലെ. ഓക്കെ, അപ്പോൾ ഭൂമിയുടെ പിന്നെ നമ്മൾ ഇതിന് മുമ്പ് വായിച്ചു വാവ്. ഈ വാവിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ വാവിൻ്റെ ഒരു സിംബോളിക് വേ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, യഹൂദന്മാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാവ് കണ്ടു കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കും, ഇങ്ങനെ ഒരു ചെറിയൊരു ഒടിവ് ഇങ്ങനെ ഇരിക്കും.
വാവിൻ്റെ അക്ഷരം. അപ്പോൾ ആ അക്ഷരം ഒരു ഹുക്ക് പോലെ അതിനെ ക്രിസ്തുവിനെ കാണിക്കും. ഭൂമിയും ഭൂമിയുടെ ഇതെങ്ങനെയായിരുന്നെന്ന് മനസ്സിലാവും. കാണിക്കും. ഓരോ വേർഡിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹുക്ക് ചെയ്തു. ഇപ്പം നമ്മൾ നോക്കിയാൽ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഒത്തിരി ആൻഡ് കാണാം. ഈ ഒറ്റ വാക്യത്തിൽ തന്നെ ഒരു 4 or 5 ആൻഡ് ഉണ്ട്. പക്ഷെങ്കിൽ ഇതിൻ്റെ തുടക്കത്തിൽ നൗ ദ എർത്ത് എന്നാണ്. പക്ഷെങ്കിൽ ആദ്യം വരേണ്ടത് ആൻഡ് ദ എർത്ത്, മനസ്സിലാവും, വരുന്നത്. അപ്പം ഇതൊരു ക്രിസ്തുവിനെ പോലെ എല്ലാം കണക്ട് ചെയ്യപ്പെടുന്ന ഒരു 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 ലെറ്ററായിട്ടാണ് നമ്മൾ എവറി ആൽഫബറ്റ് പഠിക്കുമ്പോൾ കാണിക്കുന്നത്. അത് ഈ ഓരോ വാക്യത്തിൽ അവർ പ്രയോഗിക്കുമ്പോഴും ഒരു കണക്ടറായിട്ടാണ് വാവിനെ വെച്ചേക്കുന്നത്. അപ്പം ഇത് നമ്മൾ ഉൽപ്പത്തി, നിങ്ങൾക്ക് ഹീബ്രു ബുക്കുണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് നോക്കിയാൽ എല്ലാത്തിനകത്തും, അല്ലെങ്കിൽ വേണ്ട നമ്മുടെ ഇംഗ്ലീഷ് ഇതെടുത്ത് ബൈബിൾ എഴുതുക, എല്ലാം ഇൻ ദ ബിഗിനിങ് കഴിഞ്ഞ് പിന്നെ എല്ലാം എന്തോ ആൻഡ് 2ാം അധ്യായം വരെ എല്ലാം ആൻഡാണ് വെച്ചേക്കുന്നത്, മനസ്സിലായി? എല്ലാത്തിൻ്റെയും ചുറ്റും വാവ്. അപ്പം ഈ ലിംഗ്വിസ്റ്റിക് പഠിച്ചു കഴിഞ്ഞാൽ ഈ വാവ് വരാൻ കാര്യം എന്താ വെച്ചാൽ ഒറ്റ ക്രിയേഷനേ ഉള്ളൂ. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് ദി എർത്ത്, മനസ്സിലായി? മറ്റെല്ലാം അതിനോട് ചേർന്നുള്ള സബ്പ്ലോട്ടായിട്ടാണ്. പിന്നെ അതുകൊണ്ടാണ് ആൻഡ്. ഇപ്പോൾ ഇംഗ്ലീഷിൽ പഠിച്ചാലും എപ്പോഴും ആൻഡ് ചേർക്കുന്നത് എന്തിനാണ്? ആൻഡ് ചേർക്കുമ്പോൾ ഒരു സെൻറ്റൻസ് പൂർണ്ണമാവും ഇല്ല. കീപ്പ് ഓൺ ഗോയിങ് എന്ന് പറയുന്ന പോലെ. അതേപോലെ തന്നെ നമ്മൾ എത്ര കൽപ്പനകളുണ്ടെന്ന് നമ്മൾ നോക്കിയാൽ 10 കൽപ്പന ഉണ്ടെന്ന് പറഞ്ഞാൽ ഒറ്റ കൽപ്പനയേ ഉള്ളൂ, മനസ്സിലായി? അത് മറ്റെല്ലാത്തിൻ്റെ അകത്തും ആൻഡ് അല്ലെങ്കിൽ ആദ്യത്തെ 4 കൽപ്പന കഴിഞ്ഞ് പിന്നെ വരുന്ന എല്ലാം ആൻഡ്. കാരണം ഞാനല്ലാതെ വേറെ ദൈവം ഇല്ല. ഇപ്പം പണ്ട് ഒരു ബൈബിൾ ക്വിസിൻ്റെ ഒരു ദേവദാസൻ ചോദിച്ചു എത്ര കൽപ്പന ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരെല്ലാവരും പറഞ്ഞ് 10 ഉണ്ട്, ചില ആൾക്കാർ കഴിഞ്ഞ് 2 ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം ആദ്യം 10 ആയിരുന്നു, അത് ചുരുങ്ങി 2 ആയി. 1 ദൈവത്തെ സേവിക്കുക, സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക. അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് പുറ്റുകുതർ വെച്ചാൽ ഒറ്റേ ഉള്ളൂ, ഈ ദൈവത്തെ സ്നേഹിക്കുക, മനസ്സിലായി എന്ന് പറഞ്ഞപ്പം ആ എല്ലാ വാക്യത്തിൻ്റെ അകത്തും ഈ വാവ് വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ടോട്ടൽ ചുരുക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പറയുന്നത്, ഈ ലിംഗ്വിസ്റ്റിക് ആൾക്കാർ പറയുന്നത് ഒറ്റ കൽപ്പനയേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഒറ്റ ക്രിയേഷൻ, ആദ്യം ദൈവം ആകാശം ഭൂമിയെ സൃഷ്ടിച്ചു, മറ്റെല്ലാം അതിനെ തുടർന്ന് വരുന്നത്. ഇപ്പം ഇതും ഭൂമിയുടെ ശൂന്യമായ അവസ്ഥയെപ്പറ്റി പറയുന്ന ക്രിയേഷൻ ഈ പുറ്റകതർ ചെയ്യുന്നതിന് മുമ്പേ. ഇപ്പം നമ്മളൊരു വീടെടുത്താലും പഴും ശൂന്യം, അത് കഴിഞ്ഞ് നമ്മൾ സോഫയെല്ലാം എടുത്ത് നമ്മളതിൻ്റെ അകത്ത് താമസിക്കാൻ തുടങ്ങുമ്പോഴാണ് അതിൻ്റെ അകത്ത് ജീവിതം വരുന്നത്, അല്ലേ? അപ്പം അതേപോലെ തന്നെ ഇപ്പം നമ്മളൊരു ലാൻഡായാലും ഒരു ഭൂമിയായാലും ഇപ്പം ചില വീടുകൾ കണ്ടോ, ഒരു മാസത്തോളം ആ വീട്ടിൽ ആൾ ഇല്ലായിരുന്നു, അവിടെ എല്ലാം പോച്ചെല്ലാം കയറി പാഴും ശൂന്യം പോലെ കിടക്കും. പക്ഷെ അതൊക്കെ കട്ട് ചെയ്ത് ഒന്ന് വൃത്തിയാക്കി എടുക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു ജീവിതമുണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം അതേപോലെയല്ലേ? ഓക്കെ. അപ്പം വാവെന്ന് പറയുന്ന ഒരു കണക്ടറാണ്, പക്ഷേ ഇതിൻ്റെ അർത്ഥം ആൻഡ്. ഓക്കെ. അത് കഴിഞ്ഞ് അടുത്തത് അത് നമുക്ക് ഓൾറെഡി അറിയാം. എന്തിനാണ് ഹായാണ് വയ്ക്കുന്നത്. ഹ എന്ന് പറഞ്ഞ വാക്ക് അതെപ്പോഴും യേശുവിൻ്റെ ഈ പിതാവാൻ ദൈവത്തിൻ്റെ ഉച്ചരിച്ചു കൂടാത്ത വാക്കിൻ്റെ നെയിമിൻ്റെ അകത്ത് 2 ഹായുണ്ട്. യു ഡേ വാവ് ഹേ, യോദ് ഹേ വാവ് ഹേ. പക്ഷേ അത് എനിക്ക് തോന്നുന്നില്ല അത് യഥാർത്ഥ പേരാണെന്ന്. കാരണം എനിക്ക് തോന്നുന്നു യഹൂദന്മാർക്കറിയാം അവരുടെ പിതാവിൻ്റെ പേര് അവർ ഉച്ചരിച്ചു കൂടാത്ത ഹോളി നെയിം. അവർ കൈയൊക്കെ ഒത്തിരി കഴുകി അവർ സ്ട്രെയിറ്റ് ബൈബിളെ തൊടത്തില്ല, ഒരു പേനയൊക്കെ വെച്ചേ തൊടത്തുള്ളൂ. അവർ നാക്കെ പറയുന്നതിന് മുമ്പേ എപ്പോഴും അത് ദൈവത്തിന് സ്തുതി കൊടുത്തിട്ട് ബ്ലസ്സഡ് ബി ഹി എന്നൊക്കെ പറഞ്ഞിട്ടേ അവർ പറയത്തുള്ളൂ. അപ്പം അങ്ങനെ അവർക്കറിയാം ഇത് ക്രിസ്ത്യൻ്റെ ആയിക്കോട്ടെ, അവരത് എപ്പോഴും പറഞ്ഞ് വിലയില്ലാതെ പറഞ്ഞ് നശിപ്പിക്കുന്നത്. ഇപ്പം ഞാനാകുന്നു എന്നുള്ളതിൻ്റെ യഥാർത്ഥ ഹീബ്രു ട്രാൻസ്ലേഷൻ നോക്കിക്കഴിഞ്ഞാൽ YHWH അല്ല. എൻ്റെ നിരൂപണമാണ്. കാരണം ഇത് പല ആൾക്കാരും ഞാൻ പറയുന്നത്
കേട്ടിട്ടുണ്ട്. ജോഡി മാഗ്നസ് എന്ന് പറഞ്ഞാൽ ഒരു ആർക്കിയോളജിസ്റ്റ് ടീച്ചറുണ്ടായിരുന്നു. ആ ടീച്ചർ ഇതേപോലെ പറഞ്ഞായിരുന്നു YHWH അല്ല യഥാർത്ഥത്തിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ വരണ്ടേ, പക്ഷേ അതാ അങ്ങനെ വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് വീടോണോ എനിക്കും അറിയത്തില്ല. ചിലപ്പം ഈ സ്ക്രൈബുകൾ പുരോഹിതന്മാർ അവർ ചിലപ്പോൾ ഇത് പിൽക്കാലത്ത് ഇത് വിലയില്ലാതെ ആൾക്കാർ പറയുമെന്ന് കണ്ടുകൊണ്ടായിരിക്കണം അവർ ഇത് വെച്ച് വയ്ക്കുന്നത്. മനസ്സിലായോ? പക്ഷെ എനിവേ അതാണ് ആദ്യം നാം വാവിൻ്റെയാണ് കണക്ടറാണ്, പിന്നെ ദൈവത്തെ കണക്ട് ചെയ്തിട്ട് എർത്തിനെ വെച്ച് മനസ്സിലായി ദൈവത്തിൻ്റെ ഭൂമിയാണെന്നുള്ളത്. ആൻഡ് ദ ഭൂമി വാസ് ബിലോങ് ടു ഗാഡ് എന്നുള്ള രീതി. ഓക്കെ, അപ്പം ഹാരറ്റ്സ് തൊട്ട് പിന്നെ ഹയറ്റ എന്ന് പറഞ്ഞ ഒരു വാക്കാണ്. ആ വാക്ക് നമുക്ക് ഞാൻ പണ്ട് ലാസ്റ്റ് പ്രാവശ്യം പറഞ്ഞല്ലോ, ഹീബ്രുവിലെ ആൾക്കാരെ അവരെ അർത്ഥം കണ്ടുപിടിക്കാൻ വാക്കുകൾ സ്പ്ലിറ്റ് ചെയ്യും. നമ്മൾ ബർഷത്തിൻ്റെ അതുണ്ടോ ബെയ്റ്റ് റോഷൻ നമ്മൾ കണ്ടു, ഹെഡ് ഓഫ് ദ ഹൗസ് എന്ന് നമ്മൾ കണ്ടു. അത് നമ്മൾ ക്രിസ്തുവിനുമായിട്ട് കണക്ട് ചെയ്യപ്പെടുകയുണ്ടായി എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഹൈറ്റ എന്നുള്ളത് ഹയ ഠ എന്ന് ഉള്ള രണ്ട് വേർഡായിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഹയ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഒരു യോധു കൂടെ ഇട്ട് കഴിഞ്ഞാൽ ലൈഫ്. ഓക്കെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഹയ HAYEH നമ്മളെടുത്താൽ അത് ടു ബി ഇൻ ദ പ്രസൻറ്റ്. ടു ബി എന്ന് പറയുന്നത് നിങ്ങൾ ഒരാൾ ആയിത്തീരുക എന്നുള്ളത്, മനസ്സിലായോ എന്നുള്ള രീതിയിലാണ് പ്രസൻറ്റിനോ അല്ലെ പ്രസൻറ്റ് ഫ്യൂച്ചറിലോട്ടുള്ള ഇതാണ് കാണിക്കുന്നത്. പക്ഷേ അവിടെ ആ ഠ വന്നപ്പം നമ്മൾ ബെയ്റ്റ് ബെയ്റ്റ് അല്ലെ ഇറ്റ് വന്നപ്പം പാസ്റ്റ് ടെൻസിലോട്ട് എന്ന് പറയുന്നത് പോലെ തന്നെ അയറ്റ വന്നപ്പം വാസായി. മനസ്സിലായി? അത് ഗ്രാമാറ്റിക്കൽ, അത് കൂടുതൽ പറഞ്ഞ് ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല. എനിവേ, അപ്പോൾ അത് കഴിഞ്ഞ് ഈ ലാസ്റ്റിലത്തെ വേർഡ് ഠാഹ് മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാണല്ലോ, അതൊരു ചേംബർ, ഒരു വെസൽ, ഒരു റൂം, ചേംബർ, ഒരു വെസൽ. മനസ്സിലായി എന്ന് പറയുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ഇതിൽ നിന്നായിരിക്കും അവർ ഭൂമി ഒരു വെസലാന്ന് പറഞ്ഞ് അർത്ഥം കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ ഹയ ഒരു റൂമിൻ്റെ അകത്ത് ജീവിതം, ഹയ എന്നുള്ള ഒരു യോധു ഇട്ട് കഴിഞ്ഞാൽ ഒരു ജീവിതമുള്ള, അല്ലെങ്കിൽ ടു ബി ആയിരിക്കേണ്ടത് അതെന്തെടുത്തു വൺസ് അപ്പൺ പാസ്റ്റ് ആക്കി, വൺസ് അപ്പൺ പണ്ട്, ഇപ്പോഴത്തെ സ്ഥിതിയല്ല. ജസ്റ്റ് ലൈക്ക് നമ്മൾ പണ്ട് ദൈവത്തെ അറിയാത്തവരെ, ഇപ്പോഴോ യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വന്ന് നമ്മളുടെ ജീവിതം മാറി. മനസ്സിലായി? അപ്പോൾ ഹയറ്റ എന്നുള്ള ഇത് വന്നു. അപ്പം അതിൻ്റെ അത് രണ്ട് ആ വേർഡ് വരുമ്പം ഒന്ന് ചേംബറും മറ്റേത് ലൈഫും വന്നു. അത് രണ്ടും കൂടെ കൂട്ടിച്ചേർന്നു. ഇനി അടുത്ത തോഹു വേ വോഹു, വാവ് ഉണ്ട് കണ്ടോ, ആ രണ്ട് വേർഡിനെ കണക്ട് ചെയ്യുന്നതാണ് വാവ് എന്ന് പറഞ്ഞാൽ. വാവ് എന്ന് പറഞ്ഞാൽ ലെറ്റർ. അപ്പം ഈ തോഹുവിനെയും വോഹുവിനെയും കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ വേർഡിൻ്റെ മീനിങ് ആദ്യം ഡിക്ഷണറി ഒന്നും ഇല്ലാത്തതുകൊണ്ട് അറിയാതിരുന്ന സമയത്ത് അവർ നോക്കിയതാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 34 അധ്യായത്തിൻ്റെ 11 വാക്യത്തിലും യെരമ്യാവ് 4 ജെറമായ 4:23 ഐശയ്യ 34:11 ഇതിൻ്റെ ഇതാണ്. അവിടെ കിടക്കുന്ന അർത്ഥം ഇത് പാഴും ശൂന്യമായി കിടക്കുന്നു. അങ്ങനെയുള്ള അർത്ഥത്തിൽ നിന്നാണ് ഇവിടെ പാഴും ശൂന്യമായി കിടക്കുന്നു. അപ്പോൾ ഈ ഒരു വേർഡ് ഒത്തിരി ബ്ലോൺ ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ ചെയ്തിട്ടുണ്ട് ഭൂമി. അങ്ങനെ ഇതിൻ്റെ അകത്ത് വേറെ തിയറികളൊക്കെ വന്നിട്ടുണ്ട്. ഗ്യാപ്പ് തിയറി വന്നിട്ടുണ്ട്. അതേപോലെ ഏഞ്ചൽ വീണപ്പെട്ട തിയറി ഉണ്ട്. അത് പുറകെ വരുന്നുണ്ട്, പുറകെ പറഞ്ഞുതരാം. അപ്പം അങ്ങനെയുണ്ട്. പക്ഷേങ്കിൽ സിമ്പിൾ മീനിങ് കഴിഞ്ഞാൽ അതൊരു ഒരു അച്ചടക്കമില്ലാതെ കിടക്കുന്ന ഒരു ഇത് ഇപ്പം നമ്മുടെ പിള്ളേരാണെങ്കിൽ ഒരു അച്ചടക്കമില്ലാത്ത, ഒരു അടുക്കും ചിട്ടയില്ലാത്ത, രാവിലെ തോന്നുമ്പോൾ എണീക്കുക, തോന്നുമ്പോൾ പോവുക ഒക്കെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് പറയും? ഒരു പാഴും ശൂന്യമായ ജീവിതമാണ് മനസ്സിലായോ എന്ന് പറയുന്ന പോലെ അതേപോലെയുള്ളൊരവസ്ഥയാണ്. അവിടെ ഒന്നും ഇതുവരെയായിട്ടും ലൈഫ് വരാൻ ആ റൂം ഒന്നും അങ്ങോട്ട് ഫുള്ളി ഡെവലപ്പ് ചെയ്യാത്ത ഒരവസ്ഥ. നമ്മളിപ്പോൾ ഒരു ഡെവലപ്പ് ചെയ്യാത്ത ഒരു ലാൻഡായാലും നമ്മൾ പാഴും ശൂന്യമായി കിടക്കുന്ന ഭൂമി.
മനസ്സിലായി. വൺസ് ഡെവലപ്പ് ചെയ്ത് അവിടെ ഒരു ഹൗസിങ് ഇതൊക്കെ വന്ന് അപ്പാർട്ട്മെൻറ്റും ഗ്രോസറിയൊക്കെ വന്നു കഴിയുമ്പം ദാറ്റ്സ് ബിക്കം ഒരു നല്ലൊരു ഒരു പാർക്കും ഒരു ബ്യൂട്ടിഫുൾ ഇതൊക്കെ വന്നു കഴിയുമ്പം അവിടെ ഒരു ജീവൻ വന്നു. മനസ്സിലായി. എന്ന് പറയുന്ന പോലുള്ള ഒരു അവസ്ഥ മാത്രമേ ഉള്ളൂ. ഒരു സിമ്പിൾ തോഹു വേഹു, പാഴും ശൂന്യം, എംപ്റ്റിനെസ്. ഇതിൻ്റെ അകത്ത് ഇംഗ്ലീഷ് വേണ്ട. എനിക്ക് ഈ ഒരു ഇതിൻ്റെ അകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട അസ്റ്റോണിഷിംഗ്ലി എംപ്റ്റി. മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഒരു എംപ്റ്റി ആയിട്ടുള്ള അവസ്ഥ, ഒരു എന്തോ ഫോം ഒന്നും രൂപപ്പെടാത്ത ഭൂമി ഇതുവരെയായിട്ടും രൂപപ്പെട്ടില്ല. നമ്മൾ അറിയാമല്ലോ, ഇതുവരെയായിട്ടും എന്തോ മേളത്തെ വെള്ളവും താഴത്തെ വെള്ളവും തമ്മിൽ ഡിവൈഡ് ചെയ്തിട്ടില്ല ഇതുവരെയായിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥ കിടക്കുന്ന ഒരവസ്ഥ അത്രേ ഉള്ളൂ. ഓക്കെ. അതല്ലാതെ കൂടുതൽ ഇതിനൊന്നും ഇതില്ല. ചില ഭാഷയിൽ അതിന് ഖയാസ് എന്ന് പറയും. കാരണം അത് ഈ ഫ്രഞ്ച് വേർഡിൽ നിന്ന് അതിനൊരു അത് കൂടുതൽ ഞാൻ പോകുന്നില്ല. ലിംഗ്വിസ്റ്റിക്സിനകത്ത് പഠിക്കുമ്പം അത് ഫ്രഞ്ച് വേർഡ് ഖയാസ് എന്ന് പറഞ്ഞ ഒരു വാക്കുമായിട്ട് അതിൻ്റെ എറ്റമോളജി എടുത്തു കഴിഞ്ഞാൽ കണക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അതങ്ങനെ ഫോംലെസ് ആൻഡ് എംപ്റ്റി എന്ന് പറഞ്ഞ് വന്നത്. അതല്ലാതെ അതൊരു ചില ആൾക്കാർ പറയാം അതൊരു ഈവിൾ എന്തോ ഇതാണെന്ന്. അങ്ങനെ ഈവിളൊന്നുമില്ല. ജസ്റ്റ് ഒരു ഡെവലപ്പ് ചെയ്യാത്തൊരു സ്ഥലം എന്നുള്ള രീതി കണ്ടാൽ മതി. ഓക്കെ. ഇനി അടുത്ത മീനിങ് ടോഹു വേവഹു വെഹോഷേക്ക് വാവ് ഉണ്ട്. അവിടെയും കണക്ട് ചെയ്തൊക്കെ ഉണ്ട്. ആൻഡ് darkness was on the face of the deep. വെഹോഷേക്ക്, ഡാർക്ക്നെസ്. ഈ ഡാർക്ക്നെസ്സും ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട് ഈവിളാണെന്നും തിന്മയാണെന്നും. തിന്മയല്ല, ഒരു അന്ധകാരം. കാരണം ദൈവത്തിൻ്റെ പ്രകാശം ഇതുവരെയായിട്ടും അവിടെ വന്നിട്ടില്ല. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. കാരണം ഈ ആകാശം മേളിലത്തെ വെള്ളവും താഴത്തെ വെള്ളവും തമ്മിൽ വിധാനങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവിടെ സൂര്യനെ വെച്ച് പിടിപ്പിക്കുന്നത്. മനസ്സിലായോ? പക്ഷെ എങ്കിലും സൂര്യനെക്കാട്ടി വേറൊരു പവറുണ്ട്. ആ പവറ് ഇതുവരെയായിട്ടും വന്നിട്ടില്ല എന്നുള്ളൂ. എൻസോഫ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഇത് ഷെക്കൈന പോലുള്ള ഇത്. അപ്പോൾ ഇതുവരെയായിട്ടും അത് ഭൂമിയുടെ അവിടെ ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ട് വന്നില്ല. അതുകൊണ്ട് ഡാർക്ക്നെസ്, വെള്ളത്തിൻ്റെ ആ അന്ധകാരം നടക്കും. ഇപ്പം നമ്മൾ രാത്രി പോയി നമ്മളൊരു കടലിൽ അവിടെ എവിടെയെങ്കിലും പോയാൽ നമുക്ക് എന്തോന്നും അന്ധകാരം പോലെ തോന്നും, ഇല്ലേ? അതേപോലെയുള്ളൊരു മീനിങ്ങേ ഉള്ളൂ. അത് ഒത്തിരി ഈവിളാണെന്നും അങ്ങനെയൊന്നും പല വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഇപ്പം നമ്മൾ ക്രിസ്ത്യൻ വേ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പാപികളായ മനുഷ്യൻ്റെ ഒരവസ്ഥ, അന്ധകാരപ്പെട്ട അവസ്ഥയിലായിരുന്നു. നമ്മൾക്ക് ഒരു ജീവിതത്തിലൊരു അർത്ഥമില്ല, ഒരു ദൈവവുമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഒരു സത്യത്തെ അറിയാത്ത, ഒരു സത്യം അറിയാൻ ആഗ്രഹിക്കാത്ത ഒരു വല്ലാത്തൊരവസ്ഥ, ആ ഒരു അന്ധകാരമായ ഒരവസ്ഥ, വെളിച്ചം കിട്ടാത്ത ഒരു എന്നാൽ വെളിച്ചം വരുമ്പം എന്താ പറ്റി? ഈ അന്ധകാരം മാറിപ്പോവും. മനസ്സിലായി? അപ്പം അത്രേ ഉള്ളൂ. അതല്ല, പക്ഷേ നമ്മൾ പുതിയ നിയമത്തിൽ ഇത് വരുന്നുണ്ട്. ക്രിസ്തു യേശു വന്നു, വെളിച്ചമായി വന്നു. ഗാഡ് ഈസ് ലൈറ്റ്. അത് മറന്നു പോയത്, ഗാഡ് ഈസ് ലൈറ്റ്. ഈ ലൈറ്റ് പണ്ട് മുതലേ ഉണ്ടായിരുന്നു. എൻസ് ഓഫ് ഷെക്കൈന, അത് പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ആ ലൈറ്റ് പ്രകാശം ക്രിസ്തുവായി വന്നു, നമ്മുടെ ജീവിതത്തിൽ വന്നു. അന്ധകാരത്തിൽ കിടന്ന് നമ്മളെ പ്രകാശമായിട്ട് വന്നു. ഇപ്പം ഭൂമിയുടെ കണ്ടോ ഓരോ അവസ്ഥ വരുമ്പം ആ ഭൂമിയുടെ ഓരോ അവസ്ഥ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മളുടെ പഴയ ഓരോ അവസ്ഥയായിട്ട് ഇത് മാറി വരും. ഓക്കെ. അടുത്തത് ആൽഫനെ ഉള്ള വാക്കാണ്. ആൽഫനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൺ ദ ഫേസ്. എപ്പോഴും ദൈവത്തിൻ്റെ ഒരു മുഖം എന്ന് പറയുമ്പോൾ, ഫേസ് എന്ന് പറയുമ്പോൾ ഈ ഫെനെ എന്ന് പറഞ്ഞാൽ വാക്ക് യൂസ് ചെയ്യുന്നത്. ആൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൺ, ഒരു ഡൊമീനിയൻ, ഒരാളുടെ മുകളിൽ, മനസ്സിലായി, ഒരു ഡോമിനൻസ് കാണിക്കുന്ന ഒരു ഇതാണ് ആൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫെനെ എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രസൻസ് ഓഫ് ദൈവത്തിൻ്റെ മുഖം, അല്ലെ പ്രസൻസ് ഓഫ് ഗാഡ് എന്നുള്ള രീതിയിലാണ്. അപ്പം ഇവിടെ വരുമ്പം ആ ഒരു ഡോമിനൻസ്, ദൈവത്തിൻ്റെ ആ പ്രസൻസ് വാസ് ഓവർ ദ ഡാർക്ക്നെസ് ആൻഡ് ദ ഡീപ്പ്. മനസ്സിലായോ? അപ്പം അടുത്തത് ടെഹോം. ഈ ടെഹോം എന്ന് പറഞ്ഞ വാക്ക് ഒത്തിരി
ഞാൻ പല രീതിയിൽ വ്യാഖ്യാനിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു സിമ്പിൾ ഖയാസ് എന്ന് പറഞ്ഞ വാക്കൊക്കെ ഇവിടെ നിന്നാണ് വരുന്നത്. ഇപ്പം ഈ വേർഡ് ആദ്യമായിട്ട് വരുന്ന തിയാമാത്ത് എന്ന് പറഞ്ഞ ഒരു നമ്മൾ കേട്ടു. തിയാമാത്ത് എന്ന് പറഞ്ഞ ഒരു പഴയ ബാബിലോണിലെ ഒരു ദൈവം ഉണ്ടായിരുന്നു, ഒരു പാമ്പ് ദൈവമായിരുന്നു. അല്ലെ അവരുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടൽ ദൈവമായിരുന്നു. ആ ദൈവത്തെ മർഡോക്ക് എന്ന് പറഞ്ഞാൽ കൊന്നു, രണ്ടായിട്ട് കീറിയിട്ട് ഒരു ഭാഗം കൊണ്ട് മേലത്തെ വിധാനവും താഴത്തെ വിധാനവും ഉണ്ടാക്കിയെന്ന് നമ്മൾ കേട്ടു എന്ന് പറയുന്നത്. ആ തിയാമാത്ത് എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ് ടെഹോം എന്ന് പറഞ്ഞ ഡീപ്പ് എന്ന് പറഞ്ഞ വേർഡ് വരുന്നത്. മനസ്സിലായി? അപ്പം കടലിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വെള്ളം, ഭൂമിയുടെ മീതെ വെള്ളം ഉണ്ടായിരുന്നു, ഇതുവരെയായിട്ട് ലാൻഡ് കണ്ടു തുടങ്ങിയില്ല. അപ്പോൾ ആ ഒരു ഈ ഡാർക്ക്നെസ്സിനെ, ഡീപ്പിന്, ടെഹോമിന് പറയുന്ന ഈ ടെഹോം എന്ന് പറഞ്ഞാൽ കടലിൻ്റെ ആ അവസ്ഥയിലേക്കാണ് ആ തിയാമത്ത് എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ് ടെഹോം വന്നേക്കുന്നത്. അപ്പം ഈ വേർഡിൻ്റെ എറ്റമോളജി ഇങ്ങനെ പോയി നോക്കുമ്പോഴാണ് ഫ്രഞ്ച് വേർഡ് ഖയാസ് വരുന്നത്. ഓക്കെ, അപ്പം കൂടുതൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. വെള്ളത്തിൻ്റെ ശക്തിയെപ്പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ കേട്ടു. അതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ പോകുന്നില്ല, കാരണം ഇതിൻ്റെ പറ്റിയ സമയമല്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഓക്കെ, അപ്പം അതേപോലെ ഒരു കെയാട്ടിക് ഒരു ലൈഫ്, ഒരു സിറ്റുവേഷൻ ആയിരുന്നു അന്നുണ്ടായിരുന്നേ. കാരണം ഒരു ഫോർമേഷൻ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ദൈവം അതിനെ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. അടുത്തതായി ടെഹോം കഴിഞ്ഞ് റൂഹ ആൻഡ് റൂഹ, അവിടെയുണ്ട് ഒരു വാവ് റൂഹ വന്നിരിക്കുന്നു. ഓക്കെ, റൂഹ എന്നുള്ളതിൻ്റെ മോഡേൺ ഹീബ്രുവിൽ സ്പിരിറ്റ്, ടീം സ്പിരിറ്റ്, അല്ലെങ്കിൽ ഒരാൾ ഒരു സ്പിരിറ്റ് ഇല്ലാത്ത അവസ്ഥ, മനസ്സിലായി, ഒരു സന്തോഷമില്ല, ഒരു എനർജിക്കിറ്റി ഇല്ലാത്ത അവസ്ഥ എന്നാണ് മോഡേൺ ഹീബ്രു. പണ്ട് ഞാനിത് പറഞ്ഞപ്പോൾ ആൾക്കാർ എന്നെ കുറ്റം പറഞ്ഞു. ശ്രദ്ധിച്ച് കേട്ടാണെങ്കിൽ മോഡേൺ ഹീബ്രുവിൽ പറയുന്ന വാക്കാണ് ഇത്. ഈ സ്പിരിറ്റ് എന്ന് പറയുന്നത്, റൂഹ എന്ന് പറയുമ്പോൾ ഒരു സ്പിരിറ്റഡ് അല്ലാത്ത, മനസ്സിലായ ഒരവസ്ഥ. പക്ഷെ ബിബ്ലിക്കൽ ഇത് വരുമ്പം, ഇതിൻ്റെ അകത്ത് വരുമ്പോൾ പല മീനിങ്. ക്രിസ്ത്യൻ നമ്മുടെ ഇത് വരുമ്പോൾ ഹോളി സ്പിരിറ്റ് റൂഹ. ഇപ്പം ബിബ്ലിക്കൽ ഇതിൻ്റെ അകത്ത് വരുമ്പം, ബൈബിളിനകത്ത് വരുമ്പം റൂഹയുടെ കൂടെ ഏതൊരു വാക്ക് ചേരുന്നോ അതാണ് അർത്ഥം. ഇപ്പം റൂഹ എലോഹിം വരുമ്പം ദൈവത്തിൻ്റെ ആത്മാവ്, മനസ്സിലായി. റൂഹ ഖൊദേഷ് വരുമ്പം ഹോളി സ്പിരിറ്റ്. അതേപോലെ റൂഹ ഖൈം എന്ന് പറയുമ്പം ജീവനുള്ള ദേഹിയെ, സ്പിരിറ്റ് ഓഫ് ലൈഫ് എന്നോ, മനസ്സിലായി. ദൈവം ആദാമിൻ്റെ മൂക്കിൽ ജീവനുള്ള ശ്വാസം ഊതി എന്ന് പറയുന്ന പോലെയാണ് റൂഹ ഖൈം, മനസ്സിലായി. അപ്പം ഖൈം വരുമ്പം റൂഹ അതൊരു ഇതാകുന്നു. റൂഹ ഖൊദേഷ് വരുമ്പോൾ ഹോളി സ്പിരിറ്റ് ആകുന്നു. റൂഹ എലോഹിം വരുമ്പം ദൈവത്തിൻ്റെ ആത്മാവാകുന്നു എന്ന് പറയുന്നു, മനസ്സിലായി. പക്ഷെങ്കിൽ ഇത് ഇനിയും പറയാൻ പോകുന്നത് പലരും യോജിക്കത്തില്ല, പക്ഷേ എന്നോട് വഴക്കുണ്ടാക്കരുത്. ഞാനിത് പല ദൈവദാസന്മാരിൽ കൂടെ കേട്ടിട്ടുണ്ട്. ജോൺ എച്ച് വാൾട്ടൺ എന്ന് പറഞ്ഞ ദൈവദാസൻ ഇത് പല ബുക്കുകളിൽ കൂടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ജനസിസിൻ്റെ അകത്തും പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവെന്ന് പഴയ നിയമത്തിൽ പറയുമ്പം ദൈവത്തിൻ്റെ ഒരു കരം, അദൃശ്യമായ കരം, മനസ്സിലായ ഒരു എക്സ്റ്റൻഷൻ ഓഫ് ഗാഡ് എന്ന് പറയും ദൈവത്തിൻ്റെ കരം. ഇപ്പം ഷിംഷോൻ താടിക്കമ്പുമായിട്ട് താടി എല്ലുമായിട്ട് അടിച്ചു കൊന്നു. അതിന് ദാഹിച്ചപ്പം ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ പരിവർത്തിച്ചു. ഇറ്റ്സ് എ ഹാൻഡ് ഓഫ് ഗാഡ്. അതേപോലെ ദൈവത്തിൻ്റെ ആത്മാവ് വന്നപ്പം ശൗൽ പ്രവചിച്ചു, പ്രവാചകന്മാർ പ്രവചിച്ചു. ദൈവത്തിൻ്റെ ഇറ്റ്സ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ഗാഡ്, മനസ്സിലായോ? വന്നും പോയിരിക്കുന്നവരുള്ള ഒരു അവസ്ഥയാണ്. ബട്ട് തൃത്വത്തിൽ മൂന്നാമത്തെ ഹോളി സ്പിരിറ്റ് അല്ല എന്നാണ് കാരണം തൃത്വത്തിലെ മൂന്നാമത്തെ പെന്തക്കോസ് നാളിലാണ് ഇറങ്ങി വന്നതും. പക്ഷേ അതിന് മുമ്പേ വന്നും പോയി ഒരു എക്സ്റ്റൻഷൻ ഓഫ് ആർം. അത് നമ്മൾ ഷെക്കൈന എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഡീപ്പ് ഇതാണ്. അത് നമ്മൾ ഒരു ദൈവത്തിൻ്റെ ഒരു
പ്രസൻസ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അതിനപ്പുറമായ ഒത്തിരി ഉണ്ട്. ഒരു ഇതുണ്ട് അതിൻ്റെ അകത്തെ ഒരു ഇതാണ് എക്സ്റ്റൻഷൻ ഓഫ് ആർം എന്ന് പറയുന്നത്. ഒരു ഖരം, ദൈവത്തിൻ്റെ ഒരു ഖരം എന്ന് പറയുന്നത് ഒരു എന്തോ ആന്ത്രഫോമോർഫിക് വേയിൽ എന്തോ പറയുന്നതേ ഉള്ളൂ. ദൈവത്തിനെ എന്തോ മനുഷ്യൻ്റെ രൂപത്തിൽ സാദൃശീകരിക്കുക, ആൻ എക്സ്റ്റൻഷൻ ഓഫ് ആർം. ഓക്കെ, റൂഹ എന്ന് പറയും. പക്ഷേ ഇവിടെ വരുമ്പോൾ റൂഹ അടുത്ത വേർഡ് എലോഹിമുണ്ട്. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ്. ഓക്കെ, നമ്മൾ അതിന് മുമ്പ് കണ്ടു ഫേസ് ആൽഫനെ കണ്ടു, ദൈവത്തിൻ്റെ പ്രസൻസ്. ഓക്കെ, അപ്പം റൂഹ ഹക്കൊദേശ് നമ്മൾ കേൾക്കുന്നത് ദൈവത്തിൻ്റെ ഇതാണ്. അത് മോഡേൺ ഇംഗ്ലീഷിൽ അത് ഒരു ടീം സ്പിരിറ്റ്, ഒരു സ്പിരിറ്റ് അല്ലാത്ത പറഞ്ഞു. പിന്നെ ബിബ്ലിക്കൽ ഇതിൻ്റെ അകത്ത് ഏത് വേർഡ് അതിൻ്റെ കൂടെ വരുമ്പോൾ ഇത് പറഞ്ഞു. പക്ഷേ ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ വരുമ്പോൾ ഇറ്റ്സ് എ ഹോളി സ്പിരിറ്റ്. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത വരുന്നത് എലോഹീം. നമ്മൾ എലോഹീം ഓൾറെഡി നമ്മൾ ലാസ്റ്റ് ഇതിൻ്റെ അകത്ത് പഠിച്ച യൂണിവേഴ്സൽ ദൈവം. ഇപ്പം പലർക്കും തെറ്റിദ്ധരാണ്, രണ്ട് ദൈവമുണ്ട്, യൂണിവേഴ്സൽ ദൈവം. യൂണിവേഴ്സൽ പണ്ട് ഉണ്ടായിരുന്ന യൂണിവേഴ്സൽ ദൈവം അത് പല ബ്രോഡ് വേയിൽ പോയി. പക്ഷെ അന്ന് മനുഷ്യരാരും ദൈവത്തെ, മനുഷ്യൻ്റെ ഈവിൾനെസ് കൊണ്ട് ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുകയോ ഒന്നും ചെയ്തില്ല. അപ്പം അവിടെ വെച്ചാൽ അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തു. മനസ്സിലായി? അത് കഴിഞ്ഞ് അബ്രഹാമിൻ്റെ സന്തതി ഈ ഭൂമിയെ കീഴടക്കും. മനസ്സിലായോ എന്ന് പറയുന്ന പോലുള്ള ആ ഒരു, പിന്നെ അവിടെ ഒരു കവനൻ്റ് കൊടുക്കും. കവനൻ്റ് കൊടുക്കുമ്പം ആ പേര് ഞാനാവുന്നത് ഞാനാണ്. മനസ്സിലായി? YHWH ആയി മാറി. മനസ്സിലായി? അപ്പം അതിന് മുമ്പ് വരെ എലോഹീം എന്നറിയപ്പെട്ടു. പിന്നെ അബ്രാമിൽ കൂടെ അത് ഞാനാവുന്നു എന്നുള്ള ഒരു എൽഷദായി ആയി വന്നു. പിന്നെ മോശയിൽ കൂടെ അത് ഞാനാവും. മനസ്സിലായല്ലോ? അപ്പം അങ്ങനെ വന്നുള്ളൂ. അതിന് മുമ്പേ ഒരു യൂണിവേഴ്സൽ, പിന്നെ അത് ഈ ഒരു കോൺ ഷേപ്പ് വേയിൽ പോകുന്നു. മനസ്സിലായോ? അപ്പോൾ അത് ഇവിടെ എലോഹീം നമ്മളത് ഓൾറെഡി അത് ലാസ്റ്റ് ഭാഗം പറഞ്ഞു, ഇപ്പോഴും പറഞ്ഞു. ഒറ്റ വാക്കി ഡിഫൈൻ ചെയ്ത സോർവീനിറ്റി, അല്ലെങ്കിൽ ലൈഫ് ഗീവർ, അല്ലെങ്കിൽ ലൈഫ് സസ്റ്റെയിനർ, ജീവൻ കൊടുക്കാനും ജീവൻ നിലനിർത്താനും സർവാധികാരി ആയ ദൈവം. ഓക്കെ, അതേ ഉള്ളൂ. ഇനിയും അടുത്ത ഒരു വേർഡാണ് ഏറ്റവും കൂടുതൽ തെറ്റായി വ്യാഖ്യാനിച്ച് കേട്ടിട്ടുള്ള ഒത്തിരി കഥകൾ ഞാൻ കേട്ടിട്ടുള്ള മെറാഹെഫെറ്റ്, ഹവറിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ വേർഡിൻ്റെ അർത്ഥം ശരിക്കും വരുന്നത് ഡ്യൂട്രോണമി ആവർത്തന പുസ്തകം 32:11 കൂടുകളെ കൂടെ, നമ്മുടെ പാട്ടുണ്ട്, കൂടുകളെ കൂടെ കൂടിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു എന്ന് പറയുന്ന പോലുള്ള കൂടുകളെ, ഒരു 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 ബേർഡ് തൻ്റെ കുഞ്ഞുങ്ങളെ കൂടിൻ്റെ അകത്ത് സൂക്ഷിച്ച് അതിനെ പറക്കുവാനായി പഠിപ്പിക്കുന്നത് പോലുള്ള ഒരു ഹവറിങ്, ഒരു ബേബി സിറ്റ് ചെയ്യുന്ന പറയുന്നത്, ഒരു നെസ്റ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളത് പറയുന്നത്. ഈ വേർഡിന് ഒത്തിരി നല്ല ആത്മീയാർത്ഥമുണ്ട്. പക്ഷെ എന്നാൽ അതിനെ വല്ലാത്ത രീതി ഒത്തിരി ദുർവ്യാഖ്യാനിച്ചിട്ടും പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ ഇപ്പം മുമ്പ് ബർഷിത്തിൻ്റെ അകത്ത് കണ്ടു, ബെയ്റ്റ് ഹറോഷ് നമ്മൾ കണ്ടു. അതേപോലെ ബെറീറ്റ് ഏഷ് എന്ന് പറഞ്ഞ രണ്ട് ഇതായിട്ട് ഡിവൈഡ് ചെയ്തു. നമ്മൾ മുമ്പ് കണ്ടു ഹൈറ്റ എന്നുള്ളതിൻ്റെ അകത്ത് ഹയ ഠ എന്നുള്ള ജീവനുള്ള വെസൽ നമ്മൾ വായിക്കാനിടയായി. ഇപ്പോൾ ഇതേപോലെ മെറാഹെഫെറ്റ് എന്നുള്ളതിൻ്റെ റാഫ എടുത്ത് മാറ്റിയ മെയിൻ ടേയും കൂടി ചേർത്ത് മെറ്റ് റാഫ എന്ന് പറഞ്ഞ ഒരു വാക്കായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ആ വേർഡ് ഒരു ഡേഞ്ചറസ് വേർഡാണ്. ഡേഞ്ചറസ് വേർഡ് എന്ന് വെച്ചാൽ മെറ്റ് റാഫ നമ്മൾ മറ്റിടത്തെല്ലാം ഒരു നല്ലതായിട്ട് കണ്ടു. പക്ഷേ ഇവിടെ വരുമ്പോൾ മെറ്റ് റാഫ എന്ന് പറയുമ്പോൾ, റാഫ എന്ന് വെച്ചാൽ ഹവറിങ്, എന്തോ ഇത് ചെയ്യുന്നു. മെറ്റ് എന്ന് പറഞ്ഞാൽ ഡെത്ത്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു കബാലിസ്റ്റിക് ഒരു ടീച്ചറുണ്ട്. ആ ആളുടെ പേര് ഐസക് ലൂറിയ, അല്ലെങ്കിൽ ആറി എന്ന് പറയും. ലയൻ എന്നാണ് അറിയുന്നതിൻ്റെ അർത്ഥം. അപ്പം ഈ ഐസക് ലൂറിയ 16ാം സെഞ്ചുറി ജീവിച്ചിരുന്ന ഒരു റാബായിയാണ്. അപ്പോൾ ഈ റാബായി ഈ വേർഡിന് ഈ വാക്കിൻ്റെ അർത്ഥം ശരിക്കും കിട്ടാതെ വന്നപ്പം
അപ്പം ഇതേപോലുള്ള ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ അകത്തുനിന്ന് ആക്കിയെടുത്തതാണ് ഈ മെറ്റ് റാഫ. മെറ്റ് റാഫ എന്ന് പറയുന്ന ദ സ്പാർക്ക് ഓഫ് ഹോളി ഡെത്ത് ഓഫ് ഹോളിനെസ്. ഇപ്പോൾ ഈ റാഫ എന്ന് പറഞ്ഞ വേർഡ് എടുക്കുമ്പം അതിൻ്റെ അകത്ത് 200 അതിൻ്റെ ഗമാഷ എടുത്ത് കഴിയുമ്പം 288 കാണും. അപ്പം മെറ്റ് ഡെത്ത് 288 ഡെത്ത് ഓഫ് ദ സ്പാർക്സ് റാഫ എന്ന് ഇതിൽ നിന്ന് ഒത്തിരി കോൺസെപ്റ്റ് ഉരുത്തിരിഞ്ഞു വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂതന്മാരുടെ ഒരു വശം നമ്മൾ യൂദായുടെ ലേഖനം 1:16 നമ്മൾ വായിക്കുന്ന വാഴ്ചകളെ കാത്തു സൂക്ഷിക്കാത്ത ദൂതന്മാരെ ഇരുട്ടിൻ്റെ തലവറയിൽ ഇട്ട് സൂക്ഷിച്ചു എന്ന് പറയും. ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഇതിനകത്ത് വരുമ്പോൾ എന്തുവാ ടൊഹുവെ വൊഹു പറയുമ്പം അതിൻ്റെ അത് പറഞ്ഞല്ലോ, ദൂതന്മാർ വീണ് ദൂതന്മാരുടെ ഗ്യാപ്പ് തിയറിയും ഏഞ്ചലിനെ സൃഷ്ടിച്ച ഈ സമയത്താണെന്നും അവർ വീഴ്ത്തപ്പെട്ടു പോയ ഇതാണെന്നൊക്കെ ഒത്തിരി പറഞ്ഞു. അതേപോലെ ഒന്നാണ് ഈ ഈ ഈ ഈ മെറാഹഫേറ്റിൻ്റെ അകത്ത് വരുന്നത് എന്ന വാഴ്ചകൾ ഈ വെസൽ എന്ന് നമ്മൾ പറഞ്ഞു. ഇതേപോലെ ഒത്തിരി വെസലുണ്ട്. നാഗ് ഹമാദിക്കകത്ത് നമ്മൾ കണ്ടു വെസൽ എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ. ഇപ്പം ഞാൻ പറയാം, ഉദാഹരണം പറയാം. ഇപ്പം യേശു ക്രിസ്തു ഒരു വെസലാണ്, മനസ്സിലായി. അപ്പോൾ ആ വെസലിൻ്റെ അകത്ത് പാപമില്ല. ദൈവത്തിൻ്റെ പ്രകാശം അതിന്മേ അടിക്കുമ്പോൾ അത് പ്രകാശിക്കണം. ഇപ്പം നാഗ് ഹമാദിക്കകത്തും കണ്ടു സോഫിയ വിസ്ഡം ഒരു ദൈവത്തെ സമ്മതമില്ലാതെ ക്രിയേറ്റ് ചെയ്തപ്പം അത് ഈവിളായിപ്പോയി. പക്ഷെങ്കിൽ അവർ ക്രിയേറ്റ് ചെയ്ത ആദാമും അവൻ ദൈവത്തിൻ്റെ പ്രകാശം അടിച്ചപ്പോൾ പ്രകാശം ചെയ്തിരുന്നു, പക്ഷെ മറ്റവർക്ക് പറ്റുന്നില്ല എന്ന് പറയുന്ന പോലെ യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പം പാപം ഉള്ളിൽ കയറ്റാൻ നോക്കി, പാപിയാക്കാൻ ശ്രമിച്ചു, മനസ്സിലായി. പക്ഷെങ്കിൽ ആ വെസൽ ആ കാത്തു സൂക്ഷിച്ചതുകൊണ്ട് വെസൽ പൊട്ടിയില്ല. അതേപോലെ ഇതിൻ്റെ അകത്ത് സംഹാവ് ഈവിൾ വന്നു ഈ വെസലിനകത്ത്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രകാശം അടിച്ചപ്പോൾ അത് പൊട്ടി. ആ പൊട്ടിയപ്പോൾ അവരുടെ ഡെത്തായിട്ടാണ് അവരെല്ലാം കൂടെ വീണത് ഈ ഭൂമിക്കകത്തോട്ടാണ്, മനസ്സിലായി. അപ്പം ഭൂമിക്കകത്തോട്ട് വീണപ്പോൾ ഭൂമി പൊട്ടിപ്പോയി, ഭൂമിയും പൊട്ടിപ്പോയി. ഭൂമി തിന്മയായിപ്പോയി. അതാണ് ഹോഷേക്ക് എന്ന് പറയുമ്പോൾ തിന്മ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ സിമ്പിൾ വേർഡിലെടുക്കാവുള്ളൂ, മറ്റേ വേർഡിലെടുക്കില്ലെന്ന് പറയുന്നത്. തിന്മയായിപ്പോയി, മനസ്സിലായി. അപ്പം ഈ തിന്മയായിപ്പോയ ഭൂമിയെ നന്നാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെന്നാണ് ഈ കബാലിസ്റ്റിക് ആൾക്കാർ വന്നത്. അതിനുവേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും വചനം വായിക്കുകയും കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്ത് നമ്മൾ ഭൂമിയെ പഴയ രീതി കൊണ്ടുവരിക, അത് നശിപ്പിച്ചിട്ട് പോയി. അപ്പം ഈ ദൂതന്മാരെ വീണ് അത് പൊട്ടി പോയി, മനസ്സിലായി. ആ ദൂതന്മാരെയാണ് തടവറയിൽ ഇട്ടിരിക്കുന്നത്. അപ്പം ഈ ദൂതന്മാരാണ് സ്ത്രീകളുമായിട്ട് മിങ്കിൾ ചെയ്ത് നെഫലീം ഉണ്ടായെന്നും അത് കഴിഞ്ഞ് അങ്ങനെ പല പല വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. അതിന് ഇവരെ എടുത്ത് സൂക്ഷിക്കും. പക്ഷേങ്കിൽ അതിൻ്റെ കൂടുതൽ ഡീപ്പായിട്ട് ഞാൻ പോകുന്നില്ല. എങ്കിലും ഇത് ഒരു വെസലുണ്ടായിരുന്നു. ആ വെസൽ പൊട്ടി, മനസ്സിലായി. അതിൻ്റെ അകത്ത് 288 ആ 288 നമ്പർ അത്രയും ദൂതന്മാരുണ്ടോ ഇല്ല അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ആ ഒരു വേർഡ് ജമാഷ വരുമ്പോൾ 288 കിട്ടുന്നുണ്ട്. ആ വേർഡിൻ്റെ അർത്ഥം അങ്ങനെയാണ്. ഈ രീതി കൂടെ എടുക്കുമ്പോൾ വരുന്നത് മെറ്റ് റാഫ എന്നാൽ കാത്തു സൂക്ഷിക്കേണ്ട ദൂതന്മാർ. ചിലപ്പോൾ ഭൂമിയെ കാത്തു സൂക്ഷിക്കേണ്ട ദൂതന്മാരായിരിക്കും, മനസ്സിലായി. അവർ കാത്തു സൂക്ഷിക്കാൻ അവർ ഈവിളായിപ്പോയപ്പം ദൈവത്തിൻ്റെ പ്രകാശം അടിച്ചു പൊട്ടി, മനസ്സിലായി. അവർ ഇവിടെ വന്നു, ദൈവം അവരെ തടവറയിലിട്ടു. ഐ ഡോണ്ട് നോ, ബട്ട് ഇത് ഈ രീതിയിലാണ് മെറ്റ് റാഫ. അങ്ങനെയുള്ള ഒത്തിരി പഠിത്തങ്ങളും ഒത്തിരിയും ഇതുകളും വന്നു. അതിൽ നിന്നാണ് ഈ ദൂതന്മാരെ ക്രിയേറ്റ് ചെയ്തത് ഒന്നാം ദിവസത്തിൻ്റെ മുമ്പേ ആണെന്നും ഒക്കെ ഉള്ള ഗ്യാപ്പ് തിയറി. ഒന്നിൻ്റെ ആദ്യം ദൈവം കഴിഞ്ഞ് പിന്നെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നെന്നൊക്കെ വന്ന ഒത്തിരി ആ സമയത്താണ് ദൂതന്മാരെ ക്രിയേറ്റ് ചെയ്തതെന്നും ഒക്കെ ഉള്ള ഒത്തിരിയും വരുന്നത്. അപ്പം ഈ
ഈ ഈ ഈ ദൂതന്മാർ വന്ന് നശിപ്പിച്ച് നമ്മുടെ ഭൂമിയെ നശിപ്പിച്ച് കളഞ്ഞു എന്നുള്ള രീതി. പക്ഷേ എങ്കിൽ നമ്മൾ അതിന് മുമ്പേ എനിക്കത് അല്ലെന്ന് പറയാൻ കാരണം നമ്മൾ അതിന് മുമ്പേ നമ്മൾ എത്ര പ്രാവശ്യം കണ്ടു റൂഹ എലോഹിം അത് എന്തോ ദൈവത്തിൻ്റെ ആത്മാവ് അതിന്മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. മനസ്സിലായി? ദൈവത്തിൻ്റെ ആത്മാവ് അതിന്മേൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കുമ്പം എങ്ങനെ അതൊരു ഒരാൾ ഇത് ചെയ്യാൻ പറ്റും? അതേപോലെ നമ്മൾ ആൽഫനെ വാങ്ങിച്ചു. ദൈവത്തിൻ്റെ പ്രസൻസ് ആ വെള്ളത്തിൻ്റെ ഡീപ്പിന് മേലെ എപ്പോഴും ഉണ്ടായിരുന്നു. മനസ്സിലായി? അപ്പോൾ അങ്ങനെ ഉള്ളായിരുന്ന സമയത്ത് എങ്ങനെ ഒരു ദൂതന്മാർ വന്ന് നശിപ്പിക്കാൻ ശ്രമിക്കും? ആരണോ. ബട്ട് ഈ ഒരു വാക്കിൽ മെറാഹെഫേറ്റ് എന്ന് പറഞ്ഞൊരു വാക്കിൽ എടുത്തു എടുത്ത് മെറ്റാക്കി മറ്റേ റാഫ ആക്കി. അതിൽ നിന്നാണ് ഒത്തിരിയും ഇത് വന്നിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് വിശ്വസനീയമായിട്ടില്ല, പക്ഷേ അറിയത്തില്ല. അന്നത്തെ അവസ്ഥ ആർക്കും അറിയത്തില്ല. ഉള്ളി ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. നമുക്ക് സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ ദൈവത്തോട് ചോദിക്കാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതൊരു 16ാം നൂറ്റാണ്ടിലെ ഒരു റാബായി ഈ വേർഡിൻ്റെ മീനിങ് ഇങ്ങനെ എടുത്ത് പക്ഷെ മറ്റേ 2 സ്ഥലത്തും ആ വേർഡിൻ്റെ മീനിങ് ലൈക്ക് നല്ലതായിട്ട് വന്നു. പക്ഷേ ഇവിടെ മാത്രം ഇവിടെ വേർഡ് ഡെത്ത് ഓഫ് റാഫ എന്നുള്ളത് അക്സെപ്റ്റബിൾ. ബട്ട് ജമാഷയെ കൂടെ വന്ന് ഈ ദൂതന്മാർ എന്തോ മരിച്ചു, അവർ വീഴ്ത്തപ്പെട്ടു എന്നൊക്കെ ഉള്ള. പക്ഷേ അതിൻ്റെ ഒരു ജൂഡയിൽ ഇവിടെ വരുന്നുമുണ്ട്. പക്ഷേങ്കിൽ ദൂതന്മാർ മനുഷ്യരുമായിട്ട് അവിടെ കൂടെ നെഫ്ലീം വരുന്ന അതത്ര വിശ്വസനീയമായിട്ടില്ല. കാരണം ഇത് ക്രിയേഷൻ മുമ്പ് നടക്കുന്ന കാര്യം. മറ്റേ ഒത്തിരി എനിവേ സംഹൗ ഈ ഒരു വേർഡ് ഇങ്ങനെ അവിടെ കിടപ്പുണ്ട്. അതിൽ നിന്ന് വരുന്നുണ്ട്. അതേപോലത്തെ അത് കഴിഞ്ഞ് അടുത്ത ഉള്ളതാണ് ഷെഖൈന എന്ന് പറഞ്ഞ ഒരു വേർഡ്. ഷെഖൈന എന്ന് പറഞ്ഞ വേർഡ് ഒത്തിരി കൊണ്ട് പറയാം. എങ്കിലും ഒത്തിരി പറയുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആയി പോകും. അപ്പം കാരണം ഇതിപ്പം നിങ്ങൾ കേൾക്കുമ്പോൾ അറിയാം. നമ്മുടെ മിൽക്കി വേ കണ്ടാൽ അറിയാം. ഒരു വലിയ അതിൻ്റെ അകത്തെ ഒരു കൊച്ചൊരു മിൽക്കി വേ, ഇത്രയും വലിയ മിൽക്കി വേ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒത്തിരി നടുക്കൊരു വലിയ ലൈറ്റ്, ഒത്തിരി ആർംസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരു കൊച്ചു ഭാഗമാണ് നമ്മുടെ പ്ലാനറ്റ്. മനസ്സിലായി? ആ പ്ലാനറ്റിൻ്റെ ഏറ്റവും നടുക്കാണ് ഒരു ഡോട്ടുള്ളതാണ് എർത്ത്. അപ്പം ഈ എർത്തിൽ നിന്ന് എന്തോ അന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 2009 പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു ഭൂമിയിൽ നിന്ന് ഏറ്റവും ഫാസ്റ്റായിട്ട് പോയിരുന്ന ഒരു പ്രോബ് അല്ലെങ്കിൽ ഒരു റോക്കറ്റായിരുന്നു ന്യൂ ഹൊറൈസൺ എന്ന് പറഞ്ഞ്. ആ ന്യൂ ഹൊറൈസൺ എന്ന് പറഞ്ഞാൽ ആ ഒരു റോക്കറ്റ് 11 കൊല്ലം 11 കൊല്ലം കണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് പ്ലൂട്ടോയുടെ ഇത് കണ്ടുപിടിച്ച. ഞാൻ പഠിക്കുമ്പോൾ പ്ലൂട്ടോ ഒരു പ്ലാനറ്റായിരുന്നു. പിന്നെ പ്ലൂട്ടോ ഒരു പ്ലാനറ്റ് അല്ലാതെ വന്നു. അപ്പം ഈ പ്ലൂട്ടോ എന്ന് പറഞ്ഞ പ്ലാനറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോയതാണ്. അപ്പം അവർ കണ്ടുപിടിച്ച് അവിടെ പ്ലൂട്ടോ എന്ന് പറഞ്ഞ പ്ലാനറ്റ് കണ്ടു. പക്ഷേ അതൊരു പ്ലാനറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്യുകയും പൊട്ടുകയും എക്സ്പാൻഡ് ചെയ്യും, പിന്നെ അതൊന്നിച്ച് കൂടി വരും. കുറേ നാൾ പൊട്ടിയിട്ട് അതിങ്ങനെ പലതായിട്ട് സ്മോൾ ഇതായിട്ട് വന്നിട്ട് പിന്നെ അതെല്ലാം കൂടെ ഒരുമിച്ച് വരും. പഴയ സൈസ് ആയിരിക്കത്തില്ല പിന്നെ വരുന്നതിൻ്റെ സൈസ്. ചിലപ്പം പഴയ സ്മോൾ ആയിരിക്കും, പിന്നെ അത് വലുതാവും. അപ്പോൾ അവർക്ക് തന്നെ ഒരു കൺഫ്യൂഷനായി, ഇതൊരു പ്ലാനറ്റ് ആണോ എന്നുള്ള രീതി. അപ്പോൾ അന്ന് ലോകത്തിലേക്ക് ഏറ്റവും വലിയ ഫാസ്റ്റായിട്ട് ഈ ഭൂമിയിൽ നിന്ന് പുറപ്പെടുന്ന 2009 സമയത്ത് നിങ്ങളത് വിക്കിപീഡിയയിൽ പോയി നോക്കിയാൽ മതി. ന്യൂ ഹൊറൈസൺ എന്ന് പറഞ്ഞ് അതൊന്ന് അടിച്ച് നോക്കിയാൽ ശരിക്കും അറിയാം എത്ര കൊല്ലം. എനിക്കൊന്ന് 11 കൊല്ലമാണെന്ന് തോന്നുന്നു അത് ട്രാവൽ ചെയ്ത് പോയി. അപ്പോൾ ഭൂമിയിൽ നിന്ന് 11 കൊല്ലം ട്രാവൽ ചെയ്തിട്ടാണ്. അപ്പോൾ എത്രമാത്രം ഡിസ്റ്റൻസ് ഉണ്ടെന്ന് ഓർത്ത് നോക്കിക്കേ നമ്മുടെ ഇത്. അതും ഈ മിൽക്കി വേയുടെ ഒരു സ്മോൾ ഭാഗമാണ്. മനസ്സിലായോ? അപ്പം അങ്ങനെ വരുമ്പം ഇപ്പം നമ്മൾ അതൊരു നമ്മളൊരു സിംപ്ലിസ്റ്റിക് വേ എടുക്കുകയാണെങ്കിൽ ഒരു പിസ്സയുടെ ഹോൾ പായി. മനസ്സിലായോ? ഒരു പിസ്സയുടെ ഹോൾ, ഒരു റൗണ്ടായിട്ടുള്ള സാധനത്തിൻ്റെ ഒരു പീസാണ്, അല്ലെങ്കിൽ വലിയൊരു കേക്കിൻ്റെ ഒരു പീസാണ് നമ്മുടെ ഈ പ്ലാനറ്ററി സിസ്റ്റം.
അതിൻ്റെ അകത്ത് സ്മോൾ ഒരു 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 എന്തോ ഒരു ഒലിവിൻ്റെ ഒരു സ്മോൾ പീസാണ് നമ്മുടെ എർത്ത്. ആ എർത്തിലെ ഒരു സ്മോൾ മനുഷ്യനാണ് നമ്മളിലെ ഓരോരുത്തരും. ആ സ്മോൾ എർത്തിലെ ഒരു ഒരു സ്മോൾ ഒരു ബീജത്തിലാണ് നമ്മുടെ യേശു ക്രിസ്തു ഉൾക്കൊണ്ടത് ഈ അഖിലാണ്ടം മുഴുവൻ ഹോൾ അഖിലാണ്ടത്തെ ക്രിയേറ്റ് ചെയ്ത് ഹോൾ ഷെക്കൈന. മനസ്സിലായ? ഈ ഒരു ഹോൾ ഷെക്കൈന ഒരു മനുഷ്യൻ്റെ ഹോൾ ബീജത്തിനകത്ത് വന്നതെന്ന് പറയുമ്പോൾ ഇറ്റ്സ് അൺതിങ്കബിൾ. മനസ്സിലായ? അതേപോലെക്കാണ് ഷെക്കൈനെ എന്തോ ഒരു പോർഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് തന്നെ നമ്മുടെ കോൺസെപ്റ്റ് തിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയത്തില്ല. ഇത്രയും വലിയൊരു സംഭവം അതിൻ്റെ അകത്തുള്ള ഒരു കൊച്ചൊരു കടുമണിയോളം ഉള്ള സാധനത്തിൻ്റെ അകത്ത് വരുമെന്ന് ഈ ഹോൾ ഇത് കേട്ടു. ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു ഒരു ഉപമ പറഞ്ഞു. പണക്കാരനെ പറ്റി പറയുമ്പോൾ പറഞ്ഞു ഒട്ടകം സൂചി കുഴൽ. നമുക്ക് എങ്ങനെ ചിന്തിച്ചാലും ഒരു കൊച്ചു സൂചി വലുതായാലും എങ്ങനെ ആയാലും ഒട്ടകത്തെ അതിൻ്റെ അതോടെ കയറാൻ പറ്റുമോ? ആ സെയിം കോൺസെപ്റ്റ് അതേപോലുള്ള ഒരു സെയിം കോൺസെപ്റ്റാണ് ഈ ഷെക്കൈന. ദ ഹോൾ ഷെക്കൈന വാസ് ഇൻസൈഡ് എ ബീജം, എ സ്മോൾ സീമെൻ്റ് അകത്ത് വന്നെന്ന് പറയുമ്പം അത് ഇറ്റ്സ് അൺതിങ്കബിൾ. അതേപോലുള്ളൊരു കോൺസെപ്റ്റ് അതാണ് ഈ ഷെക്കൈന എന്ന് പറയുന്നത്. അപ്പം ആ ഒരു പ്രസൻസ് ത്രൂ ഔട്ട് അപ്പം നമ്മൾ എവിടെ പോയാലും ദാവീദ് അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് നിന്ന് பார்த்தாലും യുവർ ഹാൻഡ് ഈസ് വിത്ത് മീ. ഞാൻ എവിടെ പോയാലും ഞാനൊരു ഷിപ്പെടുത്ത് 20 കൊല്ലം പോയി 100 കൊല്ലം പോയി താമസിച്ചാലും അവിടെയും ദൈവത്തിൻ്റെ ഷെക്കൈന ഇസ് ദേ എന്ന് പറയുന്നത് അവിടെയും ഉണ്ട്. അതാണ് ഈ ഷെക്കൈന പോലെ ഈ മെറാഹഫേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് ഉള്ള ഒരു കോൺസെപ്റ്റ്. അതേപോലെ അടുത്തൊരു കോൺസെപ്റ്റാണ് സും എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരു ഗ്ലാസിൻ്റെ അകത്ത് വെള്ളം എടുത്തു. വെള്ളത്തിൻ്റെ അകത്തോട്ടൊരു എന്തെങ്കിലും സാധനം ഒരു കമ്പിയോ എന്തെങ്കിലും വെക്കുമ്പം ആ വെള്ളം മാറി ആ കമ്പിക്കൊരു ഇത് കൊടുക്കണം. അപ്പം വെള്ളം എക്സ്പാൻഡ് ചെയ്യുക കമ്പി അതിൻ്റെ അകത്ത് വരാൻ. അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഈ ഷെക്കൈന മനസ്സിലായ ഇങ്ങനെ ഇരുന്ന ഷെക്കൈന പതുക്കെ ഇങ്ങനെ മാറേണ്ടി വന്നു. മനസ്സിലായ? രണ്ടായിട്ട് മാറേണ്ടി അവിടെ അതിൻ്റെ അകത്താണ് ഇത് വന്നത്. അതൊരു കോൺട്രാക്റ്റ് ചെയ്യേണ്ടി വന്നു. മനസ്സിലായോ? കോൺട്രാക്റ്റ് ചെയ്യേണ്ടി വന്നു. ആ ഇതിൻ്റെ അകത്താണ് നമ്മുടെ ഭൂമി വരേണ്ടി വന്നത്. അപ്പോൾ അപ്പോൾ ആ ഒരു വെസൽ ചുരുക്കേണ്ടി വന്നു. ഒരു പുതിയൊരിത്. ഇപ്പം നമ്മൾ അമ്മമാരുടെ വയറ്റിൽ കുഞ്ഞു വരുന്ന ഒരു അവസ്ഥ പോലെ അവിടെ എക്സ്പാൻഡ് ചെയ്യുന്നു വന്നു, മറ്റേ സ്ഥലത്ത് കോൺട്രാക്റ്റ് ചെയ്യേണ്ടി വന്നു. മനസ്സിലായി? ഒരു പുതിയൊരു ജീവൻ വന്നു, പുതിയൊരു ജീവൻ വരാൻ വേണ്ടി. അപ്പം ഈ ഹോൾ തിയറി മെറാഹഫേറ്റ് എല്ലാം ഒരു അമ്മയുടെ ഉദരത്തിൽ ഉള്ള ഒരു പുതിയൊരു ജീവൻ. ഒരമ്മയുടെ ഉദരത്തിൽ എങ്ങനെ ദൈവം ഒരു അമ്മമാർ കുഞ്ഞിനെ സൂക്ഷിക്കുന്നു, അല്ലെ ബേർഡ് എങ്ങനെ ഒരു ഇതിനെ സൂക്ഷിക്കുന്നു. മനസ്സിലായി? അത് കോൺട്രാക്റ്റ് ചെയ്തു. പക്ഷേ ഈ കുഞ്ഞ് എവിടെ പോയാലും മനസ്സിലായി അമ്മയുടെ ഉദരത്തിൽ നിന്ന് വെളിയിലോട്ട് പോകത്തില്ല. ഇറ്റ്സ് ഇൻസൈഡ് ഷെക്കൈനയുടെ അകത്ത് എന്ന് പറയുന്ന പോലെ ഈ നമ്മൾ എവിടെ പോയാലും നോ മാറ്റർ വേർ വി ഗോ ഇതാണ് ആ ഒരു ദൈവത്തിൻ്റെ പ്രസൻസ് വിട്ട് ദൈവം നമുക്ക് പോകാൻ കഴിയത്തില്ല. ആ ഒരു സെയിം ഇതാണ്. മനസ്സിലായോ? ദൈവത്തിൻ്റെ ആ ഒരു ഹോൾ ആ ഹോൾ വാസ്റ്റ് ഏരിയ ഒന്ന് ഷ്രങ്ക് ചെയ്ത് നമ്മളെ അതിൻ്റെ അകത്താക്കി. അപ്പം നമ്മളെവിടെ പോയാലും അവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു കെയറാണ് നമുക്ക് കിട്ടിയത്. നമ്മളെവിടെ പോയാലും അതേപോലെ അതുകൊണ്ടാണ് ഈ കൂടുതലൊക്കെ പാട്ട് പാടുമ്പോൾ ഒത്തിരി സന്തോഷം നൽകാറുള്ളൊരു പാട്ടാണത്. കാര്യം എന്തുകൊണ്ടാണെന്ന് ചെയ്താൽ നമ്മളെവിടെ പോയാലും നമ്മൾ ദൈവത്തിൻ്റെ ഒരു കെയർ, ഒരു കമ്പാഷൻ നമുക്കുണ്ട് എന്ന് പറയുന്ന പോലെയാണ് ഈ ഭൂമിയുടെ. പക്ഷെ അതിൻ്റെ ഇടയ്ക്കും ഈ
ഒത്തിരിയും തിയറി വരുന്നുണ്ട്. എന്തോ ഈ ഏഞ്ചൽസ് വീണ കാര്യം അതേപോലെയുള്ള ഒത്തിരി പക്ഷേ എങ്കിലും അതൊക്കെ പൊക്കോട്ടെ. പക്ഷേ ഇവിടെ നമ്മളുടെ ഒരു കെയർ മനസ്സിലായി. നമ്മൾ എത്ര പാപികളായി ഈ വാച്ച് ചെയ്യുന്ന നിങ്ങളിൽ എത്ര പേര് ഐ ഡോണ്ട് കെയർ എത്ര പാപമെന്ന് പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ നോ മാറ്റർ വാട്ട് ഇറ്റ് ഈസ് ദി സൊല്യൂഷൻ ഈസ് ദൈവത്തിൻ്റെ കാര്യങ്ങളുണ്ട്. നമ്മൾ എത്ര ഇതാണെന്നാലും ദർസ് നോ ലേറ്റ് ടൈം ഒന്നും ലേറ്റ് ആയിട്ടില്ല. തിരിച്ചു വരാനുള്ള അവസരമുണ്ട്. എപ്പോഴും ദൈവത്തിൻ്റെ രണ്ടാം വരവ് വരെ ഉള്ള സമയമുണ്ട്. ഇറ്റ്സ് നോ ടൈം ഇസ് ലേറ്റ്. എപ്പോഴും വരാൻ ഉള്ള ഇതാണ്. അപ്പോൾ അതാ മറാഫ് ദൈവത്തിൻ്റെ ഒരു 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 എന്തോ സ്പിരിറ്റ് ഓഫ് ഗാഡ് വാസ് ഹവറിങ് ഓവർ ദ ഫേസ് ഓഫ് ദ ഡീപ്പും പാഴും ശൂന്യവുമായി കിടന്ന് ഒന്നും ക്രിയേറ്റ് ചെയ്താണ് കിടന്ന് എന്താ ടെഹവും ഇരുൾ വസിച്ചിരുന്ന സമയത്തും ദൈവത്തിൻ്റെ കരുതലും ഇതുമുണ്ട്. അതാണ് എപ്പോഴും ദൈവത്തിന് നന്ദി കൊടുക്കാറുള്ളത്. ദൈവമേ പിതാവാൻ ദൈവത്തിന് ദൈവമേ യേശുപ്പച്ചനെ എനിക്ക് തന്നല്ലോ. യേശുപ്പച്ചനെ പലരും എന്തോ ഈ കല്ലറയിൽ നിന്ന് പുറത്ത് വരത്തില്ല എന്ന് പറഞ്ഞ് സീൽ വെച്ച് മുദ്രയിട്ട് എല്ലാം ചെയ്തിട്ടും പൊട്ടിച്ച് വന്നു. എന്തുകൊണ്ടാണ്? നമുക്കൊരു ജീവൻ തരാൻ വേണ്ടി, നമുക്കൊരിത് തരാൻ വേണ്ടി. പക്ഷെ എന്നിട്ടും നമ്മൾ അറിയാതിരുന്ന സമയങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ ഈ ഒരു സ്നേഹം പുത്രൻ്റെ സ്നേഹം ഇട്ട് പുത്രനിൽ വിശ്വസിക്കാൻ, അതുകൂടെ പിതാവിൻ്റെ കൃപാസനത്തോട് അടുത്ത് വരാൻ കിട്ടിയ ആ ഒരു ഭാഗ്യ പദവി മനസ്സിലായി. അതാണ് ഈ മെറാഹഫേറ്റ് ഷെക്കായിന ഈ എന്താ സംസം ഒരു 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 ഇത് ഒരു 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 എന്തോ ഒരു ആത്മീയ ഒരു 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 ഡീപ്പ് മീനിങ് ഇതിൻ്റെ അകത്തുണ്ട്. എനിവേ, അപ്പം അങ്ങനെ ഒരു മെറാഹഫേറ്റ് വാക്കിന് നല്ല അർത്ഥമുണ്ട്, ഒത്തിരി ആത്മീയ അർത്ഥമുണ്ട്. അതിൻ്റെ അപ്പുറത്തോട് ഒത്തിരിയും തിയറികളോ കഴിഞ്ഞാൽ ഗ്യാപ്പ് തിയറി, അതേപോലെ ഏഞ്ചൽസുമാർ വീണതും ഈ ജൂഡിൻ്റെ അകത്ത് പറയുന്ന പോലെ തടവറയിൽ സൂക്ഷിച്ചു എന്ന് പറയും. ഈ തടവറയിൽ സൂക്ഷിച്ച ദൂതന്മാരെ, വീഴ്ത്തപ്പെട്ട ദൂതന്മാരെ തടവറയിൽ സൂക്ഷിച്ചുവെങ്കിൽ പിന്നെ ഏത് ദൂതന്മാരാ എന്താ മനുഷ്യർ എന്താ ദൈവത്തിൻ്റെ മക്കളുമായിട്ട് ഇത് വരുന്നേ എന്തോ നെഫലിം വരുന്നേ. എനിവേ, അതൊക്കെ ഒരു ടോട്ടലി ഡിഫറെൻറ്റ് ഒരു സ്റ്റോറി പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഇനിയും റഖ്യ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, ഫർണമെൻറ്റ് എന്താ വിധാനം എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് വരുമ്പം ഇതിൻ്റെ വേറെ കുറേ കൊടുക്കുന്നുണ്ട്. പക്ഷേ അവിടെ പറയുന്ന കുറച്ചുകൂടെയൊക്കെ എനിക്ക് വിശ്വസനീയമാണ്. ഓക്കെ, അപ്പം അത് ആ ഭാഗത്ത് വേറെ പറയാം. ഇനി അടുത്തത് ഇപ്പം മെറാഹഫേറ്റ് കഴിഞ്ഞു. ആൽഫനെ അടുത്തത് നമ്മൾ കണ്ടല്ലോ, ദ പ്രസൻസ് ഓഫ് ഗാഡ് അപ്പോൺ ദ. ഇപ്പം മുമ്പേ അപ്പോൺ ദ ആൽഫനെ വാസ് അപ്പോൺ ടെഹോമായിരുന്നു, ആഴത്തിന് മീതെയായിരുന്നു. ഇപ്പം ഗാഡ്സ് പ്രസൻസ് വാസ് അപ്പോൺ ദ വാർ. മനസ്സിലായി? ഈ വെള്ളം ഒത്തിരി സോഴ്സ് ഓഫ് ലൈഫ്, ജീവൻ്റെ ഉറവിടം അതെന്ന് കാണിക്കുന്നു, പ്യൂരിഫിക്കേഷൻ കാണിക്കുന്നു. അതേപോലെ ബാപ്റ്റിസത്തെ കാണിക്കുന്നു. മനസ്സിലായോ? വെള്ളത്തെ കാണിക്കുന്നു. അപ്പം ആ ദൈവത്തിൻ്റെ ദ ഗാഡ്സ് പ്രസൻസ് വാസ് അപ്പോൺ ദ വാട്ടർ. ഈ വെള്ളം എന്നുള്ള നമ്മൾ കണ്ടിട്ടുണ്ട്, ഒത്തിരി പ്രാധാന്യം നമുക്ക് അർഹിക്കപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മൾ പുതിയ നിയമത്തിൽ വരുമ്പം അത് മെയിനായിട്ട് കാണിക്കുന്ന ഇതെന്തോ സ്നാനത്തെപ്പറ്റി കാണിക്കുന്നത്. മറ്റേ നമ്മൾ നോർമൽ ലൈഫ് വരുമ്പോൾ സോഴ്സ് ഓഫ് ലൈഫ്. യഹൂദന്മാർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടിയ ക്ലൻസിങ്നെസ്, പ്യൂരിഫിക്കേഷൻ. വിത്തൗട്ട് പ്യൂരിഫിക്കേഷൻ അവർക്ക് ടെമ്പിളിനകത്ത് പോകാൻ പറ്റത്തില്ല. അതിന് പറയുന്നൊരു വേടുണ്ടായിരുന്നു, മറന്നുപോയി. ഓക്കെ, അവർക്കത് ഇത് ചെയ്യണം, എന്തോ കുളിച്ചിട്ട് ചെല്ലാൻ പറ്റത്തുള്ളൂ, ശുദ്ധിയോട് ചെല്ലാൻ പറ്റുള്ളൂ. അപ്പം ദ വാട്ടേഴ്സ് ഒരു സ്ഥലത്ത് ഡീപ്പ്, ഡേഞ്ചറസ്, കെയാറ്റിക് ആണ്. അടുത്ത സ്ഥലത്ത് സോഴ്സ് ഓഫ് ലൈഫ്, ജീവൻ നൽകുന്നതാണ്. പ്യൂരിഫിക്കേഷൻ നല്ലതാണ്, ബാപ്റ്റിസത്തിന് നല്ലതാണ്. മനസ്സിലായോ? ബട്ട് നോ മാറ്റർ വാട്ട്, ദ പ്രസൻസ് വാസ്, ഗാഡ്സ് പ്രസൻസ് വാസ് അപ്പോൺ ദ വാർ. പക്ഷേ ഇത് പറയുമ്പം
ഇപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ അവിടെ നടന്ന സംഭവം അതൊരു ഡേഞ്ചറസ് സൈഡ് ഓഫ് വാറിനെ നമുക്ക് കാണാം. എനിവേ ഇപ്പം ഈ പറഞ്ഞതെല്ലാം ഞാൻ ഒന്നുകൂടെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞല്ലോ, ബർഷിദ് ബറ എലോഹിം പിതാപുത്ര പരിശുദ്ധാത്മാവിൻ്റെ കിങ്ഡം, ആകാശത്തെയും ഭൂമിയെയും കിങ്ഡം ഓഫ് മൽക്കൂത്തായിട്ട് വന്നു. ഇപ്പം മൽക്കൂത്തിൻ്റെ അകത്തെ ഒരു ഭാഗം നമ്മളെടുക്കുക. ആ മൽക്കൂത്തിനെ ആകാശവും ഭൂമിയും ഒരുമിച്ച് കിടക്കുന്ന അവസ്ഥയല്ലേ, ഇത് ഡിവൈഡ് ചെയ്തിട്ടില്ലല്ലോ. ഓക്കെ, അപ്പോൾ ആ കിങ്ഡം ഓഫ് ഗാഡിനെ എൻ്റെ അവസ്ഥ പറയണം. അത് എന്ത് കൊടുക്കും, ഇതുവരെയായിട്ടും ചെയ്യപ്പെട്ടിട്ടില്ല. മനസ്സിലായോ? ഡിവൈഡ് ചെയ്തിട്ടില്ലെന്നേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് അത് പാഴും ശൂന്യമായി കിടക്കുവാണ്. പക്ഷെ അവിടെ മുഴുവൻ വെള്ളമാണ്. വെള്ളത്തിൻ്റെ ആഴം ഒത്തിരി ഉണ്ട്. ആ ആഴത്തിന് മീതെയും ദൈവത്തിൻ്റെ ഇതുണ്ട്. ദൈവത്തിൻ്റെ ആൽഫനെ വാസ് അപ്പോൺ ദ വാട്ടർ ഡീപ്പ് ആൻഡ് ഡാർക്ക്നെസ് ഉണ്ട്. ഡീപ്പ് ആയതുകൊണ്ട് ഡാർക്ക്നെസ് ഉണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ മെറാഹെഫേറ്റ് വാസ് അപ്പോൺ ദ വാട്ടർ. ദൈവത്തിൻ്റെ ഒരു കാവൽ, ഗാഡ്സ് പ്രസൻസ് വാസ് ഹവറിങ് ഓവർ ദ ഫേസ് ഓഫ് ദ ഡീപ്പ് എന്ന് പറയുന്ന പോലെ. മനസ്സിലായി? ആ ദൈവത്തിൻ്റെ പ്രസൻസ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ച് നമ്മളെ കാത്ത് സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഇപ്പം നമ്മളുടെ അവസ്ഥ ഇതേപോലെ നമ്മളും ദൈവത്തെ അറിയാത്തവരായിരുന്നു ഒരു കാലത്ത്. എങ്ങനെയൊക്കെയായിരുന്നു പോലും അറിയത്തില്ല. നമ്മുടെ ഗ്രാൻഡ് പേരൻസൊക്കെ എങ്ങനെയൊക്കെയായിരുന്നു, ഏതൊക്കെ സ്ഥലത്തായിരുന്നു പോലും അറിയത്തില്ല. അവിടുന്ന് നമ്മളെ ദൈവം വേർതിരിച്ച് വിടുവിച്ച് എത്രത്തോളം കൊണ്ടുവന്നു. നമ്മൾ ആയിരുന്ന സമയത്തും ദൈവം നമ്മളെ കൈവിടാതെ, നമ്മൾ പോയതല്ല, ദൈവം നമ്മളെ കൈവിടാതെ ദൈവത്തിൻ്റെ സൂക്ഷിപ്പ്, കാവലും മെറാഹെഫേറ്റ് വാസ് അപ്പോൺ അസ്. ഈവൻ ദോ നമ്മൾ പാപിലായിരുന്നിട്ട്, നമ്മൾ ദൈവത്തിൽ നിന്ന് അന്യായപ്പെട്ടു പോയിട്ട് ഗാഡ്സ് വാസ് പ്രസൻറ്റ്. ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ആ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി, നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് നമ്മൾ അറിയാതെ നടന്നപ്പോഴും ഗാഡ്സ് പ്രസൻസ് വാസ് അപ്പോൺ അസ് ആയിരുന്നു. പിന്നെ പരിശുദ്ധാത്മാവിനാൽ അത് നമ്മുടെ ഹൃദയങ്ങളിൽ ഇട്ട് തന്ന് നമ്മളെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിച്ചു. ഓക്കെ, അത് കഴിഞ്ഞ് ഇതിൻ്റെ അകത്ത് ഒരു പ്രാവശ്യം വരുമ്പം ഈ ടെഹോമിൻ്റെ അകത്ത് വരുമ്പം, ഞാനിപ്പം കണ്ടപ്പോഴാണ് നോക്കി, ഈ ടെഹോമിൻ്റെ അകത്ത് വരുമ്പോൾ ഡീപ്പ് വരുമ്പോൾ ഒത്തിരിയും വരുന്നുണ്ട്. ഡീപ്പ് വെള്ളത്താൽ നമ്മളെ നശിപ്പിക്കത്തില്ല എന്നൊരു കൽപ്പന നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അപ്പം ഈ നടന്ന ഫ്ലഡൊക്കെ അതിൻ്റെ എക്സ്പ്ലനേഷനോട്ട് ഞാൻ പോകുന്നേയില്ല. പക്ഷേ എങ്കിലും നോഹയുടെ സമയത്ത് ഗാഡ്സ് ഗ്രേസ് വാസ് അപ്പോൺ നോഹ. ജനങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള അവസരമുണ്ടായിരുന്നു, ബട്ട് അവരതെടുത്തില്ല. മനസ്സിലായി? ഡീപ്പ് അതേപോലെ വേറെ നമ്മൾ ഗദരദേശത്തെ ഒരു ഭൂതഗ്രസ്തൻ്റെ അവസ്ഥ ഓർത്ത് നോക്കിയാൽ നമുക്ക് കാണാം. അവർ ആ ദുരാത്മാക്കൾ പറയുന്നത്, നീ യേശുക്രിസ്തുവിനോട് പറയുന്നത്, യേശുക്രിസ്തുവെ നീ ഞങ്ങളെ ഈ സമയത്തിന് മുമ്പേ ദണ്ഡിപ്പിക്കാൻ വന്നതാണെന്നോ. അവർക്കൊരു സെറ്റ് ടൈം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇതാണ്. എന്നിട്ട് പന്നികളുടെ മേൽ പോയി, പന്നികളെല്ലാം അങ്ങോട്ടാണ് പോയത്, ഈ ഡീപ്പിലോട്ടാണ് പോയത്. വെള്ളത്തിൻ്റെ അകത്തോട്ട് ചാടിയെന്നാണ് പറയുന്നതെങ്കിലും ഡീപ്പിൻ്റെ അകത്ത്, അബൈസിൻ്റെ അകത്തോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ഒരു മീനിങ്ങും ഇതിനകത്ത് വരുന്നുണ്ട്. അതേപോലെ നോഹയുടെ വെള്ളം, ഇപ്പം ആഴത്തിൻ്റെ മൗത്ത് ഓപ്പൺ ചെയ്തു, വെള്ളം പൊങ്ങി മനുഷ്യരെ ഒരു പ്രാവശ്യം ബിക്കോസ് ഓഫ് ദെയർ വിക്കഡ്നെസ് നശിപ്പിക്കേണ്ട. പക്ഷേ എങ്കിലും ഗാഡ്സ് കെയർ വാസ് വിത്ത് നോഹ ആൻഡ് ഹിസ് ഫാമിലി. മുഴുവനായി നശിപ്പിച്ചില്ല നോഹയെ എന്ന് പറയുന്നത് പോലെ ഈ മെറാഹെഫറ്റ് നമ്മൾ പാപിലായിരുന്ന സമയത്ത്, മനസ്സിലായി, നമ്മൾ ദോഷിലായിരുന്ന സമയത്തും ഒരു അബേസിലോട്ട് പോകാതെ, ഒരു ഡീപ്പിലോട്ട് പോകാതെ, ഹോളി സ്പിരിറ്റ് ഈ കേൾക്കുന്ന ആരിലും ഉണ്ടെങ്കിൽ ഹോളി സ്പിരിറ്റ് നിങ്ങളുടെ
വാതിക്കൽ വന്ന് തട്ടിക്കൊണ്ടിരിക്കുക. ഇതുവരെയായിട്ട് ദൈവത്തെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാനുള്ള സമയം ആണ്. ബിക്കോസ് ഇത്രയും കാലം നിങ്ങൾക്ക് ഒരു ദോഷം വരുത്താതെ, ഇവൻ ദോ നിങ്ങൾ പാപികളായിരുന്നിട്ടും ദോഷികളായിരുന്നിട്ടും തെറ്റ് ചെയ്തവരായിരുന്നിട്ടും, പക്ഷെ ദൈവത്തിൻ്റെ കരുതൽ വാസ് വിത്ത് യു. നിങ്ങളെ ദൈവത്തോട് ദോഷം ചെയ്തിട്ടും ദൈവത്തിൻ്റെ കരം നിങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു. ഇപ്പം ഈ സമയത്ത് ഗാഡ്സ് ഹോളി സ്പിരിറ്റ് തിരിച്ചു വിളിക്കുക, കം ബാക്ക്. നിങ്ങളുടെ പാവങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു. നോ മാറ്റർ ഹൗ ബാഡ് ഇറ്റ് ഈസ്, സ്റ്റിൽ there's a resolution. ഓക്കെ, അപ്പം ആ മെറാഹ് എഫക്റ്റ് നമ്മൾ പഠിക്കാൻ ദൈവത്തിൻ്റെ മൽക്കുത്ത് കിങ്ഡം, അതിൻ്റെ അവസ്ഥ ഉണ്ടായിരുന്നു. ഗാഡ് വാസ് ഇൻ കൺട്രോൾ അറ്റ് ഓൾ ടൈംസ്. മനസ്സിലായി? ദൈവത്തിൻ്റെ കൺട്രോൾ എല്ലാ ഒരു ബേർഡിനെ ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞുള്ള പോലെ നമ്മളുടെ ഷെക്കാനയ്ക്ക് ഉള്ളിൽ ഒരു ഷെക്കാനയ്ക്ക് ഉള്ളിൽ നമ്മളെ കീപ്പ് ചെയ്ത് ഈ പാഴും ശൂന്യമായിരുന്നിട്ടും ഇനിയും ഒരു ഇത് തുടങ്ങാൻ പോവാ, ഒരു ക്രിയേഷൻ തുടങ്ങാൻ പോവാ, വെളിച്ചം വരാൻ പോവാ, അത് കഴിഞ്ഞ് ഓരോന്ന് വരാൻ പോവാ, ഒരു ലൈഫ് വരാൻ പോവാ. അതിന് മുമ്പേ ഉള്ള അവസ്ഥയിലും ഗാഡ് വാസ് നമ്മളെ ആ ഇതിൻ്റെ അകത്ത് സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ 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 അപ്പം ഇന്നത്തെ നമ്മൾ ജെനസിസ് 1-2 നമ്മൾ ശ്രദ്ധിക്കേണ്ടതാക്കി. ഇനി നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഇന്നത്തെ ഈ സന്ധ്യാസമയം അപ്പച്ചൻ്റെ സന്നിധിയിൽ കടന്നു വരുവാനും ഞങ്ങൾക്ക് ജെനസിസ് 1-2 ശ്രദ്ധിക്കാനിടയാക്കല്ലോ. ദൈവമേ അപ്പച്ച, ഞങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഈ ഭൂമി, ഈ മൽക്കൂത്ത്, ദൈവമേ ഈ കിങ്ഡം ഓഫ് ഗാഡ്, അതിൻ്റെ അകത്ത് ഞങ്ങൾ ആക്കി വെച്ചു. ഞങ്ങൾ ഒരു പ്രാവശ്യം ഞങ്ങൾ പണ്ട് എപ്പോഴോ അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾ പാപികളായി ദോഷികളായി തീരുന്നു. ഞങ്ങൾ പണ്ടായിരുന്നു അന്ന്. ദൈവമേ അപ്പച്ച, ദൈവമേ യേശുപ്പച്ചൻ്റെ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്തു. ദൈവമേ പലരും യേശുപ്പച്ചനെ ഉയർക്കത്തില്ല എന്ന് പറഞ്ഞ് പല രീതിയിലും ഇവനിലൊരു ഉയർച്ചയില്ല, ദൈവമേ മരണത്തിൽ നിന്നൊരു ഉയർച്ചയില്ല, ഞങ്ങളുടെ വിശ്വാസം വ്രതമാണെന്ന് എംറ്റി വോയിഡുമാണെന്ന് പറഞ്ഞ് കളിയാക്കിയവർ മുമ്പിൽ ദൈവമേ യേശുപ്പച്ച ആ സ്ഥലത്ത് ദൈവമേ ഉയർത്തെഴുന്നേൽക്കുവാനും ഞങ്ങളുടെ വിശ്വാസത്തിന് ജീവൻ വയ്ക്കുവാനും, എന്നാൽ ഞങ്ങൾ പാപികളായിരുന്ന സമയത്ത്, ദോഷികളായിരുന്ന സമയത്ത്, ഞങ്ങൾ ദൈവത്തെ അറിയാതെ നടന്ന സമയങ്ങൾ അപ്പച്ചൻ്റെ മിറാക്കിൾ ഫെയ്ത്ത്, ദൈവമേ അപ്പച്ചൻ്റെ പ്രസൻസ് വാസ് ഹോവറിങ് ഓവർ ഞങ്ങളുടെ ഇരുന്നു. ഞങ്ങൾ പാപികളായി ഞങ്ങൾ ദോഷികളായ സമയത്തും ഞങ്ങളെ കാത്തുപരിപാലിച്ച് സഹായിച്ച് ഞങ്ങളെ വീണ്ടെടുത്ത് ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളെ കാത്തുപരിപാലിച്ചു. ഏറ്റവും അവസാനം ദൈവമേ ഇനിയും ഓരോ ക്രിയേഷൻ ഒന്നൊന്നായിട്ട് തുടങ്ങാൻ പോവാം. ദൈവമേ പരിശുദ്ധാത്മാവ്, ദൈവമേ അടുത്ത ലയനത്തിൽ ദൈവമേ വെളിച്ചം ദൈവമേ വരുന്നതായിട്ട് കാണും. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വന്ന് ദൈവമേ ഞങ്ങളിൽ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കുക ആണ്. ദൈവമേ പാപികളായിരുന്ന ഈ സമയത്തും ദൈവമേ അപ്പച്ചൻ്റെ കാവലും കരുവാലും ദൈവങ്ങൾ ദോഷം ചെയ്തപ്പോഴും, ഞങ്ങൾ പാപികളായിരുന്നപ്പോഴും ഞങ്ങൾ ദോഷികളായിരുന്നപ്പോഴും ദൈവമേ അപ്പച്ച ഞങ്ങളെ കൈവിടാതെ ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി ദൈവമേ പരിശുദ്ധാത്മാവിന് ഓരോ മനുഷ്യരാലും ഓരോ ഓരോ മെസ്സേജുകളാലും ഞങ്ങളെ തൊട്ടുണർത്തി ഞങ്ങൾ ദൈവമേ യേശുപ്പച്ചനെ അക്സെപ്റ്റ് ചെയ്യുവാനും സ്നാനമേൽപ്പാനും ദൈവമേ അതിൽ കൂടെ ദൈവമേ പിതാവിൻ്റെ കൃപാസനത്തോട് അടുത്ത് വരുവാൻ കിട്ടിയ നല്ല ഭാഗ്യവതൊക്കെ ഞങ്ങളെ കൈവിടാതെ ഞങ്ങളെ ഉപേക്ഷിക്കാതെ ഞങ്ങൾക്ക് വേണ്ടി ദൈവമേ ജീവൻ തന്ന യേശുപ്പച്ചൻ്റെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഈ ഇന്നത്തെ പകൽ ഞങ്ങൾ എത്രത്തോളം കാത്തോട്ടെ ദൈവമേ. പറഞ്ഞതിൻ്റെ അകത്ത് ഒരു കൺഫ്യൂഷനോ ഒന്നും ഉണ്ടാകില്ലേ. കേൾക്കുന്ന ജനത്തിൻ്റെ ഹൃദയത്തിൽ ദൈവമേ ആഴത്തിൽ ദൈവമേ ഇടപെടുവാടയക്കണമേ. അത് അനേകർക്ക് അനുഗ്രഹമായി തീരുവാടയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മാനം മാത്രം ശക്തി രാജ്യം കൃപയർച്ചനെ സകല വെച്ച് ഈശാ തന്നെ. ആമേൻ.